ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച പ്രവേശനം സംബന്ധിച്ചെന്നാണ് സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച മുഖ്യമന്ത്രി. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ചു ക്ഷേത്രങ്ങളിൽ ഉടുപ്പിടാതെ കയറുന്നത്, ഉടുപ്പിട്ട് തന്നെ കാരണം സവർണരുടെ ആധിപത്യമാണ്. പിന്നെ അതിൽ ചിലർ ഇങ്ങനെ കേട്ടതായി പറയുന്നത് മുമ്പുയാണോ എന്ന് തിരിച്ചറിയാൻ ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിന്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്, അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ. പക്ഷെ അവരുടെ ആചാരം അനുസരിച്ചുള്ളതാണ്. സമുദായങ്ങളുണ്ട്, വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ഈ കാലാകാലങ്ങളിലായി നിലനിന്നു പോകുന്ന ആചാരക്രമങ്ങളെ പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇത് പറയുന്നത്. ഇത് മനുഷ്യന്റെ വിശ്വാസികളുടെ അവകാശമാണ്. മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ചെയ്യാൻ പാടില്ല. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇതര മതക്കാരെയും സമുദായങ്ങളെയും തൊടാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? പിണറായി വിജയനെ വെല്ലുവിളിച്ചിരിക്കുന്നത് സാക്ഷാൽ ജി സുകുമാരൻ നായരാണ്. ശിവഗിരി സമ്മേളന വേദിയിൽ ശ്രീനാരായണ ഗുരുവിനെ സനാതന ധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമാക്കാനുള്ള സംഘടിത ശ്രമം നടക്കുന്നുണ്ടെന്ന് പ്രസംഗിച്ച പിണറായി സമാന രീതിയിൽ മറ്റ് മതങ്ങളെ അധിക്ഷേപിക്കാനുള്ള ധൈര്യം കാണിക്കുമോ എന്നതാണ് NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസക്തമായ ചോദ്യം. വർത്തമാന രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക മതത്തെ പ്രീണിപ്പിക്കാൻ സർവവും ചെയ്യുന്ന പിണറായിക്ക് ഹൈന്ദവാചാര്യന്മാരെയും ദേവഗണങ്ങളെയും അധിക്ഷേപിക്കാനുള്ള ചങ്കൂറ്റം മറ്റുള്ളവരെ വിമർശിക്കാനുണ്ടാവില്ലെന്ന് സുകുമാരൻ നായർക്കെന്നല്ല പിണറായിയെ മനസ്സിലാക്കുന്ന ആർക്കും നന്നായി അറിയാം. ക്ഷേത്രാചാരങ്ങൾ മാറ്റിമറിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ആരാണെന്നും NSS ജനറൽ സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഇതര മതങ്ങളെ തൊടാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ? നമുക്ക് പരിശോധിക്കാം. സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, കോൺഗ്രസ് വക്താവ് ഡോക്ടർ GV ഹരി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ശ്രീ GV ഹരിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ GV ഹരി, താങ്കൾ പെരുന്നയിൽ നിന്നാണ് ഈ ഫ്ലോറിലേക്ക് ഇപ്പോൾ ഓടി എത്തിയിരിക്കുന്നത് അല്ലേ? സുകുമാരൻ നായരുടെ പ്രസംഗം താങ്കൾ പൂർണ്ണമായി ശ്രവിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. കൃത്യമായ മറുപടിയല്ലേ പിണറായിക്ക് കൊടുത്തിരിക്കുന്നത്? ഒപ്പം ശിവഗിരിയിലെ സന്യാസി സ്വാമി സച്ചിദാനന്ദയ്ക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ എല്ലാ വർഷവും കേൾക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കുറേ വർഷങ്ങളായി ഞാൻ മുടങ്ങാതെ മന്നം ജയന്തി ആഘോഷങ്ങളിൽ എവിടെയാണെങ്കിലും, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ആ ദിവസം ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടാകുന്നത് ആണ് പതിവ്. ഈ വർഷവും അതിൽ തെറ്റില്ല. ഞാൻ മാത്രമല്ല, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിലെ സമുദായ സ്നേഹികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അന്ന് അവിടെ ഉണ്ടാകാറുണ്ട്. ഇതര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി തന്നെ എടുത്തു അവിടെ പരാമർശിച്ച PJ കുര്യൻ സാറിനെ പോലുള്ള ആളുകളുടെ പേര് അദ്ദേഹം എടുത്തു പരാമർശിച്ചു. കാരണം അവരൊക്കെ NSSുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ഞാനിന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ സശ്രദ്ധം കേട്ടു. എന്തൊരു കൃത്യതയോടുകൂടിയാണ് അദ്ദേഹം മറുപടി നൽകിയത്. അദ്ദേഹത്തിൻ്റെ മറുപടി എത്ര കൃത്യമാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്മൾ ജീവിക്കുന്നൊരു സമൂഹത്തിനകത്ത് ആ സമൂഹത്തിൻ്റെ അടിസ്ഥാനം തന്നെ വിശ്വാസമാണ് അല്ലേ? ഇപ്പം ഞാൻ പറയട്ടെ, കുടുംബം എടുക്കുക. ആ കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്താ? അതൊരു വിശ്വാസമാണ് അല്ലേ? ഞാൻ, അനിൽ, നമ്മളൊക്കെ ജീവിക്കുന്നു. ആ ജീവിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ, അമ്മ, ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മളാരും സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ല. അമ്മ പറഞ്ഞ ആളാണ് നമുക്ക് അച്ഛൻ. അതൊരു വിശ്വാസമാണ്. അമ്മയോടുള്ള നമ്മുടെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന് കോട്ടം തട്ടിക്കഴിഞ്ഞാൽ ആ വിശ്വാസം പിന്നെ അവിടെ എല്ലാം തകരുകയാണ്, ഇല്ലാതായി തീരുകയാണ്. അപ്പോൾ അടിസ്ഥാനം സമൂഹത്തിൻ്റെത് എന്താണ്? ട്രസ്റ്റാണ്, ബിലീഫാണ്. അതാണ് ഇന്ന് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചത്.
ആ വിശ്വാസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അമരവിള CSI പള്ളിയിലെ 29-ാം തീയതി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന, അതിനറിയാമായിരിക്കും, ഒരു വലിയ പരിപാടിയാണ് അവിടെ. 21 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് ഫെസ്റ്റാണ്. അതിൻ്റെ സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഒരാളാണ് ഞാൻ അന്ന് അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ വിശ്വാസത്തെക്കുറിച്ച്. വിശ്വാസം നമ്മൾ പരസ്യത്തിൽ പോലും കേട്ടിട്ടുണ്ട്, അതല്ലേ എല്ലാം. അതുമാത്രമല്ല, കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ്. എല്ലാ മതങ്ങളും അതാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ട്രസ്റ്റിനെ അല്ലെങ്കിൽ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ഒരു സർക്കാർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അതിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതാണ് അദ്ദേഹം സങ്കടത്തോടെയാണ് പറഞ്ഞത്. അദ്ദേഹം വിഷമിച്ചാണ്. വിമർശന ബുദ്ധിയേക്കാൾ പ്രധാനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിഴലിച്ചത് മുഖ്യമന്ത്രി അത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്വാമി പറഞ്ഞോട്ടെ, സ്വാമിമാർക്ക് എന്തും പറയാമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്വാമി അങ്ങനെ പറഞ്ഞത്, ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു സെക്കുലർ സംവിധാനമാണ് അല്ലേ? നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വി ആർ സെക്കുലർ എന്നാണ്. ഗവൺമെൻറ്റിന് ഇന്ത്യക്ക് സെക്കുലറിസം, ഇന്ത്യ സെക്കുലറിസം ബിലീവ് ചെയ്ത്. എന്നാൽ നമ്മുടെ സെക്കുലറിസം എന്താണ്? യു ക്യാൻ ബിലീവ് ഇൻ എനി റിലീജിയൻ ബട്ട് സ്റ്റേറ്റ് ഡസൻ ഹാവ് എനി റിലീജിയൻ. അതാണ് അതിൻ്റെ സത്ത എന്ന് പറയുന്നത്. നമ്മൾ ഒരു വെസ്റ്റേൺ കൾച്ചറിലല്ല നമ്മൾ സെക്കുലറിസത്തെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും മുഖ്യമന്ത്രി അതിനെ അനുകൂലിക്കാൻ പാടില്ല. കാരണം മുഖ്യമന്ത്രിക്ക് മതമില്ല. പക്ഷേ ഏറെ രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടെ സമയം നന്നാകാൻ പശുവിനെ വളർത്താൻ വേൾസർ ഉപദേശിച്ചത് ചില ആളുകൾ പാലിക്കുന്ന ആളുകളാണ് ഇത് ചെയ്യുന്നു എന്നതാണ് ഏറെ രസകരവും ഏറ്റവും ഇതിനകത്തുള്ള ഒരു നമുക്ക് പറയാറില്ലേ, ഒരു വൈരുദ്ധ്യവും അവിടെയാണ്. പിന്നെ അപ്പം ഞാൻ ശബരിമലയിൽ പോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡിസംബർ മാസത്തിൽ എപ്പോഴെന്നെ നോക്കിയാൽ ഇങ്ങനെ താടി ഒക്കെ വളർത്തി കാണാം. കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഞാൻ വ്രതത്തിലാണ്. ഞാൻ 40 ദിവസം വ്രതമെടുത്തിട്ട് ശബരിമലയിൽ പോകുന്ന ആളാണ്. ഞാൻ ഈ 12-ാം തീയതി രാവിലെ ശബരിമലയിൽ പോകുന്നു, 13-ാം തീയതി തൊഴുത് തിരിച്ചു മടങ്ങും. അന്ന് കഴിഞ്ഞ ശേഷം പിന്നെ ഈ താടിയൊക്കെ മാറുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ വിശ്വാസമാണ്. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൽ ഒരാൾ പറയുകയാണ് താടിയൊന്നും ഇല്ലാത്തവർക്കൊക്കെ ശബരിമലയ്ക്ക് പോവാം, അവർ പൊക്കോട്ടെ, ഞങ്ങൾക്ക് പരാതിയില്ല, നിങ്ങളെല്ലാവരും താടി വളർത്തി ശബരിമലയ്ക്ക് പോകണം എന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല. അതാണിന്ന് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞത്. നിങ്ങൾക്ക് ഷർട്ട് ഇടാം, ഷർട്ട് ഇടാതിരിക്കാം, പക്ഷേ ഷർട്ട് ഇട്ടോണ്ടേ പോകാവൂ എന്ന് നിങ്ങൾ പറയുന്നിടത്താണ് നിങ്ങൾക്ക് വലിയ അപകടം വരാൻ പോകുന്നത്. അതൊരിക്കലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെപ്പോലെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെപ്പോലുള്ള ആളുകൾ അത് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ ശബരിമല വിഷയം വന്നു. ഇപ്പോൾ NSS എന്ന് പറയുന്ന പ്രസ്ഥാനം കേരള സാമൂഹ്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ കാഴ്ചപ്പാടുകളുള്ള അല്ലെങ്കിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രസ്ഥാനമാണ്. അത് വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ സംഭാവനകളുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ ഉന്നമനത്തിൽ നമ്മുടെ ഈ കേരള സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് NSSൻ്റെ സംഭാവന നിസ്തുലമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ എവിടെയൊക്കെ വിശ്വാസത്തിൻ്റെതായും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചില ക്ലാനി സംഭവിക്കുന്നുവോ അവിടെയൊക്കെ ഒരു ഇടപെടൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. നേതാവ് രമേശ് ചെന്നിത്തല 11 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം അല്ലേ? അതെ, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. പെരുന്നയിലേക്ക് പോകുന്ന അല്ല, അദ്ദേഹം പറഞ്ഞത് മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ്. ബ്രാൻഡ് കറക്റ്റാണ്, 101%. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ശബരിമല വിഷയമുണ്ടായപ്പോൾ എന്താണ് NSS എടുത്ത നിലപാട്? NSS നിശബ്ദമായൊരു വിപ്ലവം നടത്തുകയായിരുന്നു. നാമജപ ഘോഷയാത്ര ഞാൻ പറയാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ N സംഗീത് കുമാറിൻ്റെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതിലെൻ്റെ പാർട്ടിയെ തടസ്സപ്പെടുത്തിയിട്ടില്ല, കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടില്ല എന്തിന് ഇയാൾ അവിടെ പോയി. കാരണം എന്താണെന്നറിയാമോ? ഈ ഇവിടുത്തെ വിശ്വാസികൾ ആ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ആണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല അവിടെ പറഞ്ഞത് വളരെ കൃത്യമാണ്. മതനിരപേക്ഷത ഉള്ളൊരു സമൂഹമാണ് നമ്മുടേത്. നമുക്കെല്ലാ മതവിശ്വാസികളുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഈ ഇടയ്ക്ക് ഞാനൊരു കോളേജിൽ പോയി. ഞാൻ അവിടുത്തെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഇന്ത്യയിൽ എത്ര മതമുണ്ട് എന്ന് ചോദിച്ചു. എല്ലാവരും 5 മതം വരെയാണ് പറഞ്ഞത്. ഇന്ത്യയിൽ 10ഓളം മതങ്ങളുണ്ട് എന്നുള്ളത് വളരെയധികം നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പോലും അറിയില്ല. ഏറ്റവും അവസാനമായി നമ്മുടെ രാജ്യത്ത് വന്ന ബഹായി മതമടക്കം 1975 നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിട്ടുള്ള ബഹായി മതമടക്കം നമ്മുടെ രാജ്യത്ത് 10ഓളം മതങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഈ പ്രത്യേകത? ഇപ്പം നേപ്പാളിൽ ചെന്നാൽ നമുക്കിത് കാണാൻ കഴിയില്ലല്ലോ, പാകിസ്ഥാനിൽ ചെന്നാൽ ഇത് കാണാൻ കഴിയില്ലല്ലോ, ബംഗ്ലാദേശിൽ ചെന്നാൽ ഇത് കാണാൻ കഴിയില്ലോ. ബിക്കോസ് നമ്മുടെ കൾച്ചർ അതാണ്. ആ സാംസ്കാരികതയെ അല്ലെങ്കിൽ ആ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാ കാലത്തും ആ സെക്കുലറിസത്തെ, ആ മതനിരപേക്ഷ സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാ കാലത്തും കേരളത്തിൽ NSS മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് സംരക്ഷിക്കാൻ, വിശ്വാസ സംരക്ഷണത്തിന് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഒരുപക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ
ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ വളരെ ശക്തമായ നിലപാടെടുത്ത ആളാണ് ജനറൽ സെക്രട്ടറിയും, അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ NSSും. അതുകൊണ്ട് ഇന്ന് NSS മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിനെ വിമർശിക്കുക, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട സ്വരം ഞാനത് നേരിട്ട് കേട്ട ആളാണ്. ഒരു വിമർശനത്തെക്കാൾ അദ്ദേഹത്തിന് ഒരു വേദനയാണ് അദ്ദേഹം അവിടെ പങ്കുവച്ചത്. മുഖ്യമന്ത്രി അങ്ങനെ പറയരുതായിരുന്നു എന്നുള്ളത് വളരെ പരിണിതപ്രജ്ഞനായ ഒരു സാമൂഹ്യ നേതാവ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ, കേരള സമൂഹത്തിന് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള ശ്രീ ജി സുകുമാരൻ നായർ എന്ന് പറയുന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറി വേദനാപൂർണ്ണമായ ഒരു ശബ്ദമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. നിങ്ങൾക്കതിനെ വിമർശനമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വേദനയാണ് അദ്ദേഹം അവിടെ പങ്കുവച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വിശ്വാസങ്ങൾ തല്ലിത്തകർത്ത് ഒരു സർക്കാരുകളും മുന്നോട്ട് പോകരുത് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരത്തിൽ ഈ സമയം എടുക്കുന്നത്. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഒരിടവേളയ്ക്ക് ശേഷമാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരിൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം, ഇങ്ങനെയൊരു പ്രസ്താവന ഉണ്ടാകുന്നത്. പല വിഷയങ്ങളിലും പ്രതികരിക്കേണ്ടിയിരുന്ന സമയത്ത് അദ്ദേഹം മൗനം പാലിച്ചിട്ടുണ്ട്. അന്നൊക്കെ അതിലുള്ള എതിർപ്പ്, വിയോജിപ്പ് ഈ ഫ്ലോറിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. പക്ഷെ നോക്കൂ, കൃത്യമായിട്ടുള്ള ഒരു മറുപടി, അല്ലേ? ഇതര മതക്കാരെയും അതുപോലെ സമുദായങ്ങളെയും തൊടാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? ശിവഗിരിയിൽ പോയി അവിടെ സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഗുരുനിന്ദ നടത്തി പിണറായി വിജയൻ. ഈ സ്വാമി സച്ചിദാനന്ദ ഉൾപ്പെടെ ആരും പിണറായിയെ വിമർശിച്ചതായിട്ട് കണ്ടില്ല. കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴും അക്കാര്യം ഞാൻ പരാമർശിച്ചിരുന്നു. ഇതുവരെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. അവിടെ നടത്തിയത് ഗുരുനിന്ദയാണ്. ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധി ആണ് എന്ന് ശിവഗിരിയിലെ ഒരു സന്യാസിമാരും വിളിച്ചു പറഞ്ഞില്ല. അതേസമയം ഉടുപ്പിടാതെ എല്ലാവരെയും ക്ഷേത്രങ്ങളിലേക്ക് കയറ്റി വിടുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. സുകുമാരൻ നായർ പറഞ്ഞത് ശരിയല്ലേ? ആ ധൈര്യം മറ്റ് ഏതെങ്കിലും മതങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായങ്ങളുടെ വേദിയിൽ പോയി അവരെ വിമർശിക്കാനുള്ള, അവരുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, അല്ലെങ്കിൽ അവരുടെ ആചാര്യന്മാരെ വിമർശിക്കാനുള്ള ധൈര്യം, ആ ചങ്കൂറ്റം പിണറായി വിജയൻ കാണിക്കുമോ? അങ്ങ് പറഞ്ഞ വാദങ്ങൾ അത്രയും ശരി വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ എടുത്തു മാറ്റാനാവാത്ത അത്രയും വലിയൊരു ഏടാണ്. പക്ഷേ നവോത്ഥാനത്തെക്കാൾ ഉപരി അദ്ദേഹം ഒരു സനാതന ധർമ്മിയായിരുന്നു എന്നതിന്റെ തെളിവ് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ കൃതികൾ തന്നെയാണ്. തീർച്ചയായും. ഇപ്പോ ആത്മോപദേശ ശതകമോ അല്ലെങ്കിൽ ദർശനമാലയോ അല്ലെങ്കിൽ ശിവശതകമോ കാളീ നടനമോ പിണ്ടനന്ദിയോ ചിജ്ജട ചിന്തനമോ അല്ലെങ്കിൽ ഏത് കൃതി എടുത്തോളൂ, സുബ്രഹ്മണ്യനെ പറ്റിയുള്ള ബാഹുലയ അഷ്ടകമോ, ഏത് കൃതി എടുത്താലും ഹൈന്ദവ ദേവീ ദേവന്മാരുടെ സങ്കല്പങ്ങളെ വളരെ അങ്ങേയറ്റം സ്തുതിച്ചുകൊണ്ട് താൻ സ്വയം ഒരു ഭക്തനായി ഗുരു അവതരിപ്പിച്ചിരിക്കുകയാണ് എല്ലാ ശ്ലോകങ്ങളിലും, എല്ലാ സ്തോത്രങ്ങളിലും. നാരായണ ഗുരുസ്വാമി ഇതര മതങ്ങളെ പരാമർശിച്ച ഒരേ ഒരു കൃതി അനുകമ്പ ദശകം മാത്രമാണ്. അപ്പോ നാരായണ ഗുരുവിനെ പോലെ ഒരു മഹാൻ ക്രിസ്തു മതത്തെയോ ഇസ്ലാം മതത്തെയോ ശ്ലാഘിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സനാതന ധർമ്മിയായ ഒരു ഗുരുവിന്റെ മഹത്വമാണ്. ഇതര മതങ്ങളുടെ കൂടെ ഗുണത്തെ കണ്ടും പ്രശംസിച്ചും ചെയ്യുന്ന ഏക ആചാര്യന്മാർ ഹൈന്ദവ ആചാര്യന്മാരാണ്. നിസ്തർക്കം പറയാം. ഏതെങ്കിലും ഒരു ബിഷപ്പോ അല്ലെങ്കിൽ ഒരു പോപ്പോ ഈ ശ്രീകൃഷ്ണനെ ശ്ലാഘിച്ചുകൊണ്ട് ഒരു സ്തോത്രം ഒരു വരി എഴുതുമോ? ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് എഴുതുമോ? ഇല്ല. അവരവരുടെ മതങ്ങളിൽ അതെല്ലാം സാക്രിലിജിയസ് ആണ്, മതനിന്ദയാണ്. അന്യമതത്തിന്റെ അല്ലെങ്കിൽ അന്യ സംസ്കാരങ്ങളുടെ ആരാധ്യമൂർത്തികളെ സ്തുതിച്ചാൽ അപ്പൊ തന്നെ ടെക്നിക്കലി സഭയിൽ നിന്ന് പുറത്തായി. അപ്പൊ അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതി വെച്ച് ജീവിക്കുന്ന മത സംവിധാനങ്ങളുടെ കുടുസുമുറികളിൽ നിന്ന് സനാതന ധർമ്മത്തിന്റെ സാഗരത്തിലേക്ക് ഒഴുകി നീന്തിയെത്തുന്ന അപൂർവം ചിലർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ മാതാമൃതാനന്ദമയി ദേവിയുടെ ആശ്രമത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ രാമകൃഷ്ണ മഠത്തിൽ ആഘോഷിക്കുന്നു. ഇത് ഞാൻ വ്യക്തിപരമായിട്ട് എതിരാണ് അതിന്. കാരണം അന്യൻ നമ്മോട് കാണിക്കാത്ത ഔദാര്യം നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നാറ്. പക്ഷെ അതിൽ മറ്റൊരു വശം കൂടിയുണ്ട്. അദ്വൈത ചിന്തയുടെ, അതായത് എല്ലാറ്റിലും ഒരേ ഉണ്മ വിളങ്ങുന്നു എന്ന് ചിന്തിക്കുന്ന ഏക വിഭാഗം നമ്മൾ ഹിന്ദുക്കളാണ്. മറ്റവർക്ക് അത് ചിന്തിക്കാൻ സാധിക്കില്ല തന്നെ.
ഒന്നാം ക്ലാസ്സുകാരൻ എപ്രകാരം ഒരു പോസ്റ്റ് ഡോക്ടറൽ തീസിസ് മനസ്സിലാവില്ലയോ, അതുപോലെ ക്രിസ്തു മതത്തിന്റെ പിണിയാളുകൾക്കും ഇസ്ലാം മതത്തിന്റെ അനുയായികൾക്കും അദ്വൈത വേദാന്തം മനസ്സിലാവില്ല. അവർക്കൊരു ദൈവം വേണം, അവൻ സൃഷ്ടിച്ച കുറെ അടിമകൾ ഭൂമിയിൽ വേണം, ഇവിടുന്ന് മരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നു എന്ന ഒരു ഫാന്റസി കഥയ്ക്ക് അപ്പുറത്തേക്ക് മനസ്സിനെ വളർത്താൻ കഴിവില്ലാത്തവനാണ് പോപ്പ് മുതൽ ഇങ്ങ് അറ്റം വരെ കപ്പ്യാര് വരെയുള്ള എല്ലാവരും. എന്നാൽ സനാതന ധർമ്മത്തിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത ഒരു വൃദ്ധയായ സ്ത്രീക്ക് അറിയാം എല്ലാം ഒന്നാണെന്നറിയാം. അവരങ്ങനെ പറയുള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാം ഒന്നാണ് കുട്ടി, എല്ലാം ഒന്നാണ് ഉണ്ണീന്നല്ലേ പഠിപ്പിക്കുള്ളൂ. അപ്പൊ സനാതന ധർമ്മത്തിന്റെ ഊടും പാവും ഇവിടെ ഓരോ വ്യക്തിയിലും അറിയാതെ അകത്ത് കടക്കും ഒരു ഹിന്ദുവായി ജീവിക്കുമ്പോൾ. ഇപ്പോ നാരായണ ഗുരുസ്വാമിയുടെ ദർശനമാല എടുത്ത് വായിക്കുക, ശങ്കരാചാര്യ സ്വാമികളുടെ ദക്ഷിണാമൂർത്തി അഷ്ടകം എടുത്ത് വായിക്കുക, ഒരേ ആശയമാണ്. അതുകൊണ്ട് തന്നെയല്ലേ ശ്രീനാരായണ ഗുരു ശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറഞ്ഞത് ശങ്കരൻ പറഞ്ഞതേ നമുക്കും പറയാനുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ശിവഗിരി എന്നതൊക്കെ എടുത്ത് മാറ്റിയെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സന്യാസിമാര് ബുദ്ധമതത്തിനും ക്രിസ്തുമതത്തിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാവ്യവേഷധാരികളാണെന്ന് ഞാൻ സധൈര്യം പറയുകയാണ്. ഈ പറഞ്ഞ സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു സ്പീച്ച് ഏതാണ് ഒരു 2-3 മാസം മുമ്പ് ഞാൻ കേട്ടപ്പോ അദ്ദേഹം കോട്ട് ചെയ്യുന്ന മുഴുവൻ ബൈബിളിൽ നിന്നാണ്. അപ്പൊ ഇത് തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു പെയ്ഡ് പ്രൊപ്പഗാൻഡയുടെ തുടർച്ച മാത്രമാണ്. തമിഴ്നാട്ടിൽ ഒരു മന്ത്രി ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞല്ലോ, ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കണം, ഈ സനാതന ധർമ്മം നശിച്ചാലേ രാജ്യം നന്നാവൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ മതേതര രാജ്യത്ത് ഒരു മതത്തെ മാത്രം തിരഞ്ഞെടുത്ത് ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് എത്തുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഇങ്ങനെ ഒരു മതത്തെ മാത്രം എടുത്ത് പൊതുവേദിയിൽ ഭർഷിക്കുന്നത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നിൽക്കുന്ന ഹിന്ദു സംഘടനകളും ഹിന്ദുക്കളും നട്ടല്ലൂരി പണയം വെച്ചോ എന്ന് ചിന്തിച്ചു പോകണമെങ്കിൽ ഇത് ഇസ്ലാം മതത്തിന്റെ ഒരു നേതാവ് മുഹമ്മദ് നബിയെ പറ്റിയിട്ട് ഹദീസോ ഖുറാനോ വായിച്ചിട്ട് മുഹമ്മദ് നബിയെ പറ്റി ഒരു അക്ഷരം, കാരണം ഇതര മതങ്ങളിൽ വിശേഷിച്ച് ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും വിശ്വാസി അവിശ്വാസി എന്ന് 2 പിരിവുണ്ട്. കർത്താവിന്റെ വിശ്വാസ പ്രമാണങ്ങളെ അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവനും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും. ഈ അവിശ്വാസിയെ നരകത്തിലിട്ട് അങ്ങേയറ്റം പീഡിപ്പിച്ച് രസിക്കുന്ന ഒരാളാണ് അവിടെ 2 മതങ്ങളിലും ദൈവം. യാതൊരു സംശയമില്ല, അവരുടെ മൂലപ്രമാണങ്ങളിലുണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എന്താണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത്? ഈശ്വര സർവഭൂതാനാം ഹൃദയേശേർജുന തിഷ്ഠതി. സകല ജീവജാലങ്ങളുടെയും, മനുഷ്യൻ മാത്രം പറഞ്ഞില്ല, മറ്റു 2 മതങ്ങളിലും മനുഷ്യന്റെ കാര്യം പറയുന്നുള്ളൂ, മറ്റെല്ലാം കൊന്നു തിന്നാനുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ടല്ലേ, അതുകൊണ്ട് മാത്രമല്ലേ ഒരു നാരായണ ഗുരുവിന് അനുകമ്പ ദശകം എഴുതാൻ പറ്റിയത്? കാരണം ഇതിന്റെ മൂലചിന്ത എവിടെ നിന്ന് വരുന്നു? എന്റെ ചോദ്യം, ഒരു കവിയോ ഒരു ഋഷിയോ ഒരു കവിത എഴുതുമ്പോൾ അതിന്റെ മൂലചിന്ത എവിടുന്ന് വരുന്നു എന്നുള്ള ചോദ്യമാണ്. ജോൺ കീറ്റ്സിനോ അല്ലെങ്കിൽ ഷെലിക്കോ അല്ലെങ്കിൽ യെയ്റ്റ്സിനോ ഷേക്സ്പിയർക്കോ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഈ അദ്വൈത ചിന്ത ഈ ഭൂഖണ്ഡത്തിൽ മാത്രം ഉണ്ടാവുന്ന ഗുരുക്കന്മാർക്ക് എങ്ങനെ ഉണ്ടായി? അതിന്റെ വിത്ത് പാകിയത് ആരാണ്? അത് വേദങ്ങളിലുള്ള വിത്താണ്, അദ്വൈത ചിന്തയാണ്. അത് കണ്ടെടുത്തവരാണ് ശങ്കരാചാര്യ സ്വാമികൾ. അതിന്റെ തുടർച്ചയാണ് താൻ പറയുന്നതെന്ന് സധൈര്യം സോന്മേഷം പറഞ്ഞയാളാണ് നാരായണ ഗുരു. നാരായണ ഗുരു പറഞ്ഞല്ലോ, ശങ്കരൻ പറഞ്ഞതേ നമുക്ക് പറയാനുള്ളൂ. ആ ശങ്കരൻ സനാതന ധർമ്മിയാണെങ്കിൽ നാരായണ ഗുരുവും സനാതന ധർമ്മി തന്നെ. ശങ്കരൻ സനാതന ധർമ്മി അല്ലെങ്കിൽ നാരായണ ഗുരുവും സനാതന ധർമ്മിയല്ല എന്ന് പറയാം. അപ്പൊ ഒരു മഹാത്മാവിനെ വിലയിരുത്തുമ്പോൾ അവർ എഴുതിയ കൃതികളെ പറ്റി ഒരറിവുമില്ലാത്ത വെറും മൂഢനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഇങ്ങനെ ഒരാൾ മൂഢനാവാൻ പാടില്ല. ആരെങ്കിലും അദ്ദേഹത്തിന് ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികളുടെ ഗീതാഭാഷ്യവും നാരായണ ഗുരുസ്വാമികളുടെ കൃതികളും എത്തിച്ചു കൊടുക്കണം അവശ്യം. എഴുതി കൊടുത്തതാണ് വിദ്യാസാഗർ ഗുരുമൂർത്തി വായിച്ചത്. ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രഭാവർമ്മ ഇങ്ങനെ എഴുതി കൊടുക്കില്ല എന്തായാലും. അദ്ദേഹത്തിന് ഇതിനെ കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുണ്ട്, ജ്ഞാനമുണ്ട്. ഗ്രാഹ്യവും ജ്ഞാനവും ഉണ്ടെങ്കിലും പ്രഭാവർമ്മ ആനന്ദരൂപനായ കൃഷ്ണൻ ദുഃഖിതനാണെന്ന് എഴുതിയ ആളാണ്. ശരിയാണ്, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കടന്ന കൈ ചെയ്യോ? ഇല്ല, പ്രഭാവർമ്മ അടക്കമുള്ളവരെല്ലാവരും കവികളല്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം സംസ്കൃതത്തിലൊരു പ്രമാണമുണ്ട്, നാനൃഷി കവി, ദീർഘദർശിത്വം ഇല്ലാത്തവൻ കവിയല്ല എന്ന്. ഋഷിത്വം എന്ന് പറഞ്ഞാൽ സത്യദർശനമാണ്. സത്യം ദർശിക്കാത്തവൻ കവിയല്ലെന്നുള്ളതാണ് ഭാരതീയ പ്രമാണം. അതുകൊണ്ട് വാൽമീകി ആദി കവിയായി, സത്യം ദർശിച്ചു അവൻ. അതുപോലെ വ്യാസൻ ഉത്തമ കവിയാണ് സത്യം ദർശിച്ചതുകൊണ്ട്.
ദീർഘദരിശിത്വം ഉള്ളതുകൊണ്ട് തൽക്കാലം ഭരണത്തിൽ കയറുന്ന മുഖ്യമന്ത്രിയെയും കൂട്ടരെയും പ്രീണിപ്പിക്കാൻ വേണ്ടി കൃഷ്ണനെ ദുഃഖിതനാക്കിയ പ്രഭാവർമ്മയും ഒരു മണിയടിക്കാരൻ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുപോലെ തന്നെ മനോജ് അതിലും താഴെയാണ്. പ്രഭാവർമ്മയ്ക്ക് വായിച്ചു പരിചയങ്ങളുണ്ട്. പ്രഭാവർമ്മയ്ക്ക് പുസ്തകങ്ങൾ വായിച്ചും എഴുതിയും പദസമ്പത്തും ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ഈ വലിയ കാര്യമായിട്ട് ജാതി സ്വത്വങ്ങൾക്കെതിരെ പോരാടുന്ന മുഖ്യമന്ത്രിയുടെ വലങ്കയായ പ്രഭാവർമ്മ ഇപ്പോഴും വർമ്മ തന്നെയാണല്ലോ അല്ലേ? അതെ, അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ ഇവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കാണാത്തൊരു മറ്റൊരു മേഖലയാണ്. അതായത് ഹിന്ദുമതത്തെ കേവലം ജാതി ചിന്തയാണെന്ന് വരുത്തി തീർത്ത് ഹിന്ദുമതത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ മറ്റു മതങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ടാണ് എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും അവരുടെ എഴുത്തുകളും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ ഗോവിന്ദൻ സഖാവ് പിണറായി സഖാവിനെ പിന്തുണച്ച് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ ഹിന്ദുത്വ പേരാണ് സനാതനധർമ്മം. മനുസ്മൃതിയെ പറ്റി എന്തിനാ ഇപ്പൊ പറയുന്നത്? ഇപ്പോൾ എന്തിനാണ് ഇത് പറയുന്നത് അറിയാം? അൺഇൻവൈറ്റഡ് കോമിക് റിലീഫ്. അതായത് ഒരാളും ചോദിച്ചിട്ടില്ല, എന്നാലും ഒരു കോമിക് റിലീഫ് കേരള സമൂഹത്തിന് നൽകുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും. എന്തിനാണ് ഇപ്പൊ ഇത് പറഞ്ഞതറിയോ? മെക്സവനും അതിഭീകരമായി വളരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കരാള ഹസ്തങ്ങളും അറിയാതെ മോഹനൻ മാഷ് വിളിച്ചു കൂവിപ്പോയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ ഹിന്ദുമതത്തെ എതിർക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ അടിമകൾ പറയുന്ന വാക്കുകളാണ് ഇവയൊക്കെ. ഈ വാക്യങ്ങളെല്ലാം പ്രചോദിത വാക്യങ്ങളാണ്. ഇതൊന്നും നാച്ചുറൽ ആയിട്ട് ഒരാൾ പറയുന്നതല്ല. നാരായണ ഗുരുസ്വാമിയുടെ കൃതികൾ പഠിച്ചാൽ, ശങ്കരാചാര്യരുടെ കൃതികൾ പഠിച്ചാൽ അവ തമ്മിൽ സൈദ്ധാന്തികമായി യാതൊരു വ്യത്യാസമില്ലെന്ന് കാണാൻ കഴിയും. അതിന് അല്പം സംസ്കൃതവും മലയാളവും ഒക്കെ നല്ലോണം വശമുണ്ടാവണം. എടാ പോടാ അല്ലെങ്കിൽ പരനാറി എന്നുള്ള പദസമ്പത്ത് കൊണ്ടു നടക്കുന്ന ഒരാളുടെ തലയ്ക്കകത്ത് ഇതൊന്നും വന്നോണമെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ശ്രീമദ് ഭഗവത്ഗീതയിലെ ആശയത്തെ അതേപടിയാണ്. അത് പറയുമ്പോ ഒരു ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് മാത്രം അറിയാം. അര ശ്ലോകം അറിയാം. അര ശ്ലോകം ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനും അറിയാവുന്ന കാര്യമാണ്. അര ശ്ലോകം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഇതിന്റെ ദുർവ്യാഖ്യാനം എവിടുന്നാണ് ഇവർക്ക് കിട്ടുന്നത്? ദേവി പ്രസാദ് ചത്തോപാധ്യായ എന്ന് പറഞ്ഞ ദുഷ്ടലാക്കോടുകൂടി എഴുതിയ മനുഷ്യന്റെ പുസ്തകങ്ങൾ മാത്രമാണ് ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റുകാരന്റെ വേദത്തെ പറ്റിയും ഉപനിഷത്തുകളെ പറ്റിയും ഗീതയെ പറ്റിയുള്ള അറിവ്. അല്ലെങ്കിൽ ഡി ഡി കൊസംബിയും ദേവി പ്രസാദ് ചത്തോപാധ്യായും എഴുതിയത് മാത്രം വായിച്ചിട്ട് ഇതാണ് സ്വർഗം എന്ന് വിചാരിച്ചിരിക്കുന്ന വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോ പ്രസംഗത്തിൽ പറഞ്ഞ ഫ്രോഗ് ഇൻ ദ വെൽ, കിണറ്റിലെ തവളകളാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ ഇവർ ചെയ്യുന്നത് വെറുതെ അല്ല. ഇതൊരു പെയ്ഡ് പ്രൊപ്പഗാൻഡയാണെന്നും ഇത് ഐദർ ജമാഅത്തെ ഇസ്ലാമി ഓർ ഗ്ലോബൽ മിഷണറി സർവീസസ് ഇവരുടെ പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ലോകത്തെ പിന്നെ ഇതിലേക്ക് വേറൊരു കാര്യം പറയാം. ഈ ശ്രീനാരായണ ഗുരുസ്വാമികൾ സമാധിയാവുന്നതിന് തൊട്ട് മുമ്പ്, ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ്, തിരുവണ്ണാമലയിൽ അദ്വൈത വേദാന്തത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ പ്രയോക്താവും വക്താവുമായിരുന്ന രമണ മഹർഷിയെ കാണാൻ പോയി. രമണ മഹർഷിയെ കാണാൻ പോവുകയും അവർ തമ്മിൽ ഒരുമിച്ച് പ്രസാദം. കാരണം രമണ മഹർഷി ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചു വളർന്ന സന്യാസം എടുത്ത ആളാണ്. സന്യാസം എടുത്തില്ല, അത്യാശ്രമിയാണ്. അതുപോലെ നാരായണ ഗുരുസ്വാമി നമുക്കറിയാം ഇവിടുത്തെ ഈഴവ സമുദായത്തിൽ ജനിച്ചയാളാണ്. പക്ഷേ അവർ തമ്മിൽ യാതൊരു ഭേദം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ഒരേ അടുത്തടുത്തിരുന്നാണ് ഊണ് കഴിച്ചത്. അതും രമണ മഹർഷിയെ ക്ഷണിച്ചിട്ടാണ്. എന്നിട്ട് പോവാൻ നേരത്ത് രമണ മഹർഷിയെ പറ്റി കുഞ്ചുസ്വാമി, അതായത് നാരായണ ഗുരുസ്വാമിയുടെ അടുത്ത് വളരെ ബഹുമാനം ഉണ്ടായിരുന്ന മലയാളിയായ പാലക്കാട്ടുകാരനായ സ്വാമിയാണ് രമണ മഹർഷിയുടെ കൈങ്കര്യം ചെയ്തിരുന്ന കുഞ്ചുസ്വാമി. കുഞ്ചുസ്വാമി ഇറങ്ങി പോകുന്ന സമയത്ത് നാരായണ ഗുരുസ്വാമിയോട് ചോദിച്ചു, സ്വാമി എന്തെങ്കിലും ഒരു കവിത എഴുതി തരണം ഇവിടുത്തെ രമണ മഹർഷിയെ പറ്റി എന്ന് പറഞ്ഞപ്പോ രമണാശ്രമത്തിന്റെ ഡയറിയിൽ, ഞാൻ നേരിട്ട് കണ്ടതാണ്, രമണാശ്രമത്തിന്റെ ഡയറിയിൽ ഇപ്പോഴും ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ സ്വന്തം കൈപ്പടയിൽ പെൻസിൽ കൊണ്ട് എഴുതിയ നിർവൃതി പഞ്ചകം എന്ന കൃതി. നിർവൃതി പഞ്ചകം എഴുതിയത് അദ്വൈത വേദാന്തത്തിന്റെ ജീവിച്ചു കാണിച്ച മഹാപുരുഷനായ രമണ മഹർഷിയെ പറ്റിയാണ്. പോകുന്ന വഴിക്ക് നാരായണ ഗുരുസ്വാമിയുടെ ഒരു ശിഷ്യൻ ചോദിച്ചു, ഇവിടുത്തെ സ്വാമിയാർ എങ്ങനെയുണ്ടെന്ന്. ഉടനെ നാരായണ ഗുരു പറഞ്ഞു, രാജവെമ്പാലയാണ്, ഒന്ന് ഓതിയാൽ മതിയും. എന്ന് വെച്ചാൽ അത്ര ഉയർന്ന മഹാത്മാവാണ് രമണ മഹർഷി എന്ന് അംഗീകരിച്ച് പോയ ആളാണ്. ആ രമണ മഹർഷി ഏതാനും മാസം കഴിഞ്ഞിട്ട് കുഞ്ചുസ്വാമിയെ വിളിച്ചിട്ട് ഒരു നാരങ്ങ കയ്യിൽ വെച്ചിട്ട് കുഞ്ചുസ്വാമി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നാരായണ ഗുരുസ്വാമിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോ കുഞ്ചുസ്വാമി നാരായണ ഗുരുസ്വാമിയുടെ അടുത്ത് വരികയും വന്ന് കണ്ട ഉടനെ നാരായണ ഗുരുസ്വാമി പറഞ്ഞു, രമണ ഭഗവാൻ പറഞ്ഞു വിട്ടതാണല്ലേ, തരൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ദിവ്യനാണ്, യാതൊരു സംശയവുമില്ല. നാരായണ ഗുരുസ്വാമി ഈ സച്ചിദാനന്ദ സ്വാമിയെ പോലെ രാഷ്ട്രീയക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ല ജീവിച്ചിരുന്നത്. അദ്ദേഹം മഹാത്മാവാണ്.
അദ്ദേഹം ആ നാരങ്ങ വാങ്ങി 2 കണ്ണിലും വെച്ച് കുറെ നേരം ഇരുന്നതാണ്. അതിനുശേഷം അധികം വൈകാതെ തന്നെ നാരായണ ഗുരുസ്വാമി മഹാസമാധി പോകും. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് അദ്വൈത വേദാന്തിയായ ഒരു മഹാഗുരുവിനെ, ആ അദ്വൈത സിദ്ധാന്തം എന്നത് വേദങ്ങളിൽ നിന്ന് ശങ്കരാചാര്യർ കടഞ്ഞെടുത്തതാണെന്ന് പോലും ഓർക്കാതെ, ആ ശങ്കരൻ പറഞ്ഞത് നമുക്കും പറയാനുള്ളത് സ്പഷ്ടമായി പറഞ്ഞിട്ടും സൈദ്ധാന്തികമായി ഞാൻ അദ്വൈതിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഗുരുവിനെ ഹിന്ദു അല്ലാതാക്കുന്നത്, സനാതന ധർമ്മി അല്ലാതാക്കുന്നത് ഇവിടെയുള്ള മതശക്തികൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ 100% സംശയിക്കുന്നു. ഇവർക്ക് ഒന്നല്ലെങ്കിൽ ഇവർക്ക് നെല്ലിക്കതളം വെക്കണം, അല്ലെങ്കിൽ ഇവരെ ഈ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കണം. കമ്മ്യൂണിസ്റ്റുകാർ കുറെ അധികം കാലമായിട്ട് ചാഞ്ഞ മരത്തിൽ ഓടിക്കേറി നവോത്ഥാനം കളിക്കുന്ന പരിപാടി നടത്തുന്നു. NSSന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു 2019 തുടക്കത്തിൽ. കാരണം ഈ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന വിധി വന്നപ്പോൾ ആദ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി, നായന്മാർക്ക് വേണ്ടിയല്ല, ആദ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രതികരിച്ച ഒരേ ഒരു പ്രസ്ഥാനം NSS ആണ്, നായർ സർവീസ് സൊസൈറ്റിയാണ്. ഇന്ന് മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം പിന്നെ NSS അങ്ങ് പറഞ്ഞൊരു ചെറിയ വിയോജിപ്പുള്ളത്, പ്രതികരിക്കേണ്ട സമയത്ത്, ഹിന്ദുക്കൾക്ക് ഏറ്റവും അവശ്യം സഹായം വേണ്ട സമയത്ത് മറ്റു പലരും സ്തംഭിച്ചു നിന്നപ്പോൾ നേരെ മുന്നോട്ട് വന്ന് നമുക്ക് വേണ്ടി പന്തളത്ത് ആദ്യത്തെ പ്രതിഷേധ ജാഥ ചെയ്യാനും അതിന് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയത് NSS ആണ്. അപ്പൊ NSSനോട് എന്നും വിവരമുള്ള, സമൂഹത്തെ നിരീക്ഷിക്കുന്ന, അടിമകളല്ലാത്ത ഹിന്ദുക്കൾ കടപ്പെട്ടിരിക്കുന്നു. യാതൊരു സംശയമില്ല അതിന്. മാത്രമല്ല പ്രയാർ ഗോപാലകൃഷ്ണൻ സാറ് എത്ര നല്ല രീതിയിലാണ് മതപാഠശാലകൾ വേണം ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ടെന്യൂർ വെട്ടിച്ചുരുക്കി അദ്ദേഹത്തിന് ആട്ടിപ്പായിച്ച ആളല്ലേ പിണറായി വിജയൻ. അപ്പൊ ഹിന്ദുമതം പഠിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാലുടൻ അവരെ ശത്രുപക്ഷത്താക്കുന്ന ഈ മുഖ്യമന്ത്രി ഈ ജനതയെ ആകെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് സമ്പന്നരായ മതശക്തികളെ മാത്രമാണെന്ന് ഒരിക്കൽ കൂടി ഈ വിഡ്ഢിത്തം നിറഞ്ഞ പ്രസ്താവനയിലൂടെ അദ്ദേഹം തെളിയിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യെസ്, ഡോക്ടർ ജി വി ഹരി, ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇതര മതങ്ങളുടെ വേദിയിൽ, ആ മതസമ്മേളനത്തിൽ വെച്ച് അവരുടെ ആചാര്യന്മാരെ അല്ലെങ്കിൽ അവരുടെ മത നേതാക്കന്മാരെ വിമർശിച്ചുകൊണ്ടൊരു പ്രസ്താവന നടത്താനുള്ള ചങ്കൂറ്റം പിണറായി കാണിക്കുമോ? ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടിയാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, അവർക്ക് വ്യക്തമായി അറിയാം എവിടെയാണ് ഈ ആയുധം എടുത്ത് പ്രയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല, ഇന്നലെ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരു ശ്രീനാരായണ ഗുരു ദർശനം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ആ സന്യാസിമാർക്ക് ഒരുപക്ഷെ ജീവനിൽ കൊതിയുണ്ടാവും എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവരാണല്ലോ പിണറായിയെ തിരുത്തേണ്ടത്. ആ വേദിയിൽ വെച്ച് തന്നെ പിണറായിയോട് പറയാം, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമാണ്, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങളതിനെക്കുറിച്ച് പഠിച്ചില്ല എന്ന് പറഞ്ഞ് തിരുത്തേണ്ടത് അത് അവരുടെ കടമയായിരുന്നില്ലേ? പക്ഷെ അവർ മിണ്ടാതിരുന്നു. ഇപ്പോഴും ഒരു പ്രസ്താവന, അതായത് പിണറായി പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രസ്താവന ഇതുവരെയായിട്ടും ശിവഗിരിയിൽ നിന്ന് വന്നിട്ടില്ല, അല്ലേ? അപ്പോൾ നോക്കൂ, എവിടെ എങ്ങനെ ഒക്കെ അബദ്ധജടിലമായിട്ടുള്ള പ്രസ്താവനകളിലൂടെ ഹിന്ദു സമൂഹത്തെ വഴിതെറ്റിക്കാം, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ എങ്ങനെ വേർതിരിക്കാം, എങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാക്കാം എന്ന് കൃത്യമായി പഠിച്ച് അത് അവിടെ ശിവഗിരി വേദിയിൽ തന്നെ പ്രയോഗിച്ചു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മതവിശ്വാസികളല്ല എന്നുള്ളത് നമുക്കറിയാം. മതമല്ല, ഈശ്വര വിശ്വാസികൾ, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. ദൈവമുണ്ട് എന്നവർ വിശ്വസിക്കുന്നില്ല. ദൈവത്തിലേക്ക് എത്താനുള്ള വിവിധങ്ങളായിട്ടുള്ള വഴികളാണ് മതങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. ഇതൊരു സ്വകാര്യമായ ഒരു കാര്യമാണ്. അതിനെ പലപ്പോഴും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെയൊക്കെയാണ് ഞാനടക്കമുള്ള ആളുകൾ എതിർക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട്. എന്താണ്, ആരാണ് ഹിന്ദു? ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ്. ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവായി എന്ന് ചോദിച്ചാൽ, എൻ്റെ മാതാപിതാക്കൾ ഹിന്ദുക്കളായിരുന്നു. അതുകൊണ്ട് അവരെന്നിലേക്ക് പകർന്നു തന്ന സംസ്കാരത്തിലൂടെ ഞാനും ഒരു ഹിന്ദുവായി. അപ്പോൾ ആരാണ് ഹിന്ദു? ന ഹിംസായതേ ഹിന്ദു, ന വാചാ ന മന ന കർമ്മ ഹിംസായതേ ഹിന്ദു എന്നാണ്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റൊരുത്തനെ ഹിംസിക്കാത്തവനെ ഹിന്ദു എന്ന് വിളിക്കുന്നു. അതൊരർത്ഥം. മറ്റർത്ഥങ്ങൾ വേറെ പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാം. പക്ഷേ ആ വ്യാഖ്യാനങ്ങളിൽ ഒക്കെ തന്നെ മനുഷ്യനെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സംസ്കാരത്തെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് നിർത്തുക,
എന്ന സങ്കല്പത്തിലേക്ക് വരിക. അപ്പോൾ ദൈവം എന്ന സങ്കല്പം എന്താണ്? അപ്പോൾ നമ്മൾ ദൈവം എന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പല മതങ്ങൾ, ഇപ്പോൾ ഞാൻ പല മതങ്ങളെയും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഉള്ളൊരു ഫ്രീഡം, ഞാനിപ്പോൾ മറ്റു മതങ്ങൾ പഠിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിൽ, പൂർണ്ണമായി പഠിക്കാൻ കഴിയില്ല, അത്രത്തോളം വാസ്റ്റായിട്ടുള്ളൊരു വിഷയമാണ് മതം എന്ന് പറയുന്നത്. ആ മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ, എല്ലാ മതങ്ങളെയും പഠിക്കാനും ശ്രമിച്ചിട്ടില്ല. ഹിന്ദു മതത്തെ പോലെ തന്നെ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും അതോടൊപ്പം തന്നെ ബുദ്ധമതം എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു മതമാണ്, മതത്തെയും ഒക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു സത്ത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. അതിനകത്ത് വ്യത്യസ്തമായ വഴികളിലൂടെ പോകുന്നു. ഇതിൽ ബാക്കിയുള്ള മതങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഹിന്ദു മതത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് നമുക്കുള്ളൊരു ഫ്രീഡം ഓഫ് ബിലീഫാണ്. ഈ 33 കോടി ദൈവങ്ങളെ നമുക്ക് ആരാധിക്കാം. അതിൽ പാമ്പുണ്ട്, എലിയുണ്ട്, അങ്ങനെയുള്ള സകലമാന, അത് മനുഷ്യൻ മാത്രമല്ല, ഈ 33 കോടി ദൈവങ്ങളെയും ആരാധിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഹിന്ദുമതം മനുഷ്യർക്ക് നൽകുന്നു, അല്ലെങ്കിൽ ആ വിശ്വാസികൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റു മതങ്ങൾ അങ്ങനെയല്ല. ഈ മതങ്ങൾക്കെല്ലാം ഒരു ഏകദൈവത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആ ദൈവത്തിന് രൂപമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിലേക്ക് മാത്രമായി ചുരുങ്ങുമ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഒരു വലിയ വിശാലത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലാവർക്കും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വിശ്വസിക്കാം. അതാണ് ഇന്ന് ബഹുമാനായ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. എനിക്ക് ഷർട്ട് ഇട്ടുകൊണ്ടും പോകാം, ഷർട്ട് ഇടാതെയും പോകാം. അതിനുള്ള സ്വാതന്ത്ര്യം ആ മതം നൽകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഷർട്ട് ഇടാൻ പാടില്ലാത്തടത്ത് ഞാൻ ഷർട്ട് ഇട്ടോണ്ടേ പോകൂ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ശബരിമല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയാൻ കഴിയില്ല. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്, പക്ഷേ ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുക. അപ്പം ഞാൻ മാസത്തിലൊരിക്കൽ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമുക്കറിയാവുന്നതുപോലെ അവിടെ നമുക്ക് വസ്ത്രം അല്ലെങ്കിൽ മേൽവസ്ത്രങ്ങൾ ധരിച്ച് പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അപ്പോൾ അവിടെ അത് സൗകര്യമുള്ളവർ പോയാൽ മതി, നിങ്ങളെ ആരും നിർബന്ധിച്ച് കൊണ്ടുപോകുന്നില്ല. ഇന്നിപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വന്നാൽ മതി എന്ന് ആരും നമ്മളോട് പറയുന്നില്ല. എടാ, നിനക്ക് അവിടെ പോകണമെങ്കിൽ നിനക്കുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ അവിടെ പോകുന്നതെങ്കിൽ ആ വിശ്വാസം, അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാൻ നീ ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? അതൊക്കെ ദേവപ്രശ്നം വെച്ചല്ലേ അങ്ങനെ തീരുമാനം. നമുക്കറിയാലോ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചൂരിദാർ ഇട്ടുകൊണ്ടുള്ള പ്രവേശനം അല്ലേ, തീർച്ചയായിട്ടും അതൊക്കെ എടുത്തു കളഞ്ഞത് അങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ടവരെ, അത് പിണറായിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെയോ ഒക്കെ വിളിച്ച് ഇരുത്തി പിന്നെ കവടി നിർത്തിയൊന്നും അല്ലല്ലോ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ചു, ദേവഹിതമനുസരിച്ച് ദേവപ്രശ്നം വെച്ച് നോക്കി ഒക്കെ തീരുമാനമെടുത്തു. അതെ, അതിനകത്തൊരു തെറ്റുമില്ല. അതിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് കാര്യം ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ചോദിച്ചത്. അതെ, ഞാനത് പറയാൻ, അത് എൻ്റെ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഓരോ മേഖലയിലും അതിൽ പാണ്ഡിത്യവും അറിവും എക്സ്പീരിയൻസുമുള്ള ആളുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു സ്പെഷ്യലൈസേഷൻ്റെ കാലഘട്ടത്തിലാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ എന്നല്ല എഴുതിയിരിക്കുന്നത്. ഡോക്ടറിനോടൊപ്പം അതിൻ്റെ താഴെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ? ഒന്നിൽ എൻഡോക്രൈനോളജിസ്റ്റ്, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ്, അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റ്, ആണല്ലോ. എന്തിനാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? വൈദഗ്ധ്യം എന്നൊരു സാധനമുണ്ട് അല്ലേ. അതിന് പകരം അവിടെയുള്ള നഴ്സിനെ കാണിച്ചിട്ട് വന്നാൽ മതിയോ? പോരാ. അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനെ കാണിച്ചിട്ട് വന്നാൽ മതിയോ? പോരാ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പാണ്ഡിത്യമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സ്നേഹിതൻ, അദ്ദേഹം ഈ വിഷയവുമായി ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഹിന്ദുമതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേര് വിദ്യാസാഗർ ഗുരുമൂർത്തി. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നേരിട്ട് കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം ഗുരുമൂർത്തിയുടെ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ വലിയ പാണ്ഡിത്യമുണ്ട്. എന്നോടത് ചോദിച്ചാൽ മതി. പക്ഷേ എന്നോട് സമൂഹശാസ്ത്രത്തെക്കുറിച്ച് ചോദിച്ചു നോക്കൂ. ഞാൻ പഠിപ്പിക്കുന്ന വിഷയം സമൂഹശാസ്ത്രമാണ്. എനിക്ക് അതിനകത്ത് ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. എനിക്ക് എൻ്റെ വിഷയത്തിൽ വളരെ കൃത്യമായ ധാരണയുണ്ട്. അതിലാണ് ആരോടും സംവദിക്കാൻ ഞാൻ തയ്യാറാണ്. ആ വിഷയത്തിൽ, സമൂഹശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തിൽ, സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൽ, അതിൽ ഏത് ടോപ്പിക്കിലാണെങ്കിലും സംവദിക്കാൻ എനിക്ക് കഴിയും. കാരണം ബിക്കോസ് ഐ ആം ഹാവിങ് എ ഡോക്ടറേറ്റ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്റ്റ്. അതുപോലെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവഹിതം എന്നൊരു സാധനമുണ്ട്. അത് പറയാൻ കഴിയുന്നത് ഉള്ള ആളുകളെ നമ്മൾ ഇത് വിളിക്കുന്ന ആളുകൾ എന്താണ്? ദൈവജ്ഞർ എന്നാണ് വിളിക്കുക. ആ ദൈവജ്ഞരെ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലങ്ങളും ഭാവി കാലങ്ങളും ഒക്കെ പ്രവചിക്കാൻ കഴിയുന്ന ദിവ്യദൃഷ്ടിയുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. ഇനി ഇവിടെ എന്തൊരു റോക്കറ്റ് വിടുന്നു. ഈ റോക്കറ്റ് വിടുമ്പോൾ നമ്മൾ ആരെയെ വിളിക്കുക? സയൻറ്റിസ്റ്റിനെയാണ് വിളിക്കുക അല്ലേ. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ വിളിക്കുന്നു. അതെന്താ? നമുക്ക് അപ്പുറത്തൊരു ഡോക്ടർ എന്താ വിളിച്ചുകൊണ്ടാത്തത്?
അതിനകത്ത് അവർക്ക് എക്സ്പെർട്ടൈസ് ഇല്ല, സ്പെഷ്യലൈസ്ഡ് അല്ല അവർ. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ആര് കയറണം അതിന് പിണറായി വിജയൻ അല്ല തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കാര്യങ്ങൾ, പൊതുജനങ്ങളുടെ സാമൂഹികപരമായ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി, അല്ലെങ്കിൽ റിയാസ് അല്ലത് അത് തീരുമാനിക്കും. മാത്രമല്ല ഈ അവിശ്വാസികൾക്ക് എന്ത് കാര്യം എന്നുള്ളതാണ്. അല്ല പോട്ടെ, അതല്ല അതിലേക്ക് ഞാൻ അതിലേക്ക് എത്തുന്നത്. അത് പറഞ്ഞുകൊണ്ടല്ല ഞാൻ തുടങ്ങിയത്. അപ്പം ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നുണ്ട്. ആണല്ലോ, അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ദൈവമില്ല, ഞങ്ങൾ ദൈവവിശ്വാസമല്ല, ഞങ്ങളുടെ ആകപ്പാടുള്ള ദൈവം എന്ന് പറയുന്നത് കാർൽ മാർക്സ് ആണ്, അയാളാണ് നമ്മുടെ മുത്തപ്പൻ എന്നതിലാണ്. കാർൽ മാർക്സ് മുത്തപ്പനാണ് ഞങ്ങളുടെ ആളെന്ന് പറയുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, ഞങ്ങൾ ഗുരുവായൂർ പോവും, ഞങ്ങൾ മൂകാംബികയിൽ പോവും, ഞങ്ങൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവും, ഞങ്ങൾ ആറ്റുകാല പൊങ്കല ഇടും, ഇതൊക്കെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, ഞങ്ങൾക്ക് കമ്മ്യൂണിസം എന്നുള്ള ആശയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാലഹരണപ്പെട്ടു പോയ ഒരു സംവിധാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അതിനകത്ത് യുക്തിയില്ല, അത് മാർക്സിന് പോലും വിശ്വാസമില്ല, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യം. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു വയറ്റിപ്പിഴപ്പിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില ആളുകൾ ചില പ്രസ്താവനകളുമായി വരുന്നതിനെയാണ് ഞങ്ങളൊക്കെ വിമർശിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് കേരള സമൂഹത്തിൻ്റെ വിശ്വാസത്തെ തല്ലിക്കെടുത്താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വരേണ്ട കാര്യമില്ല. അതിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല, ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹിന്ദുവിനെ കുറിച്ച് പറയാൻ BJPക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അവകാശമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഹിന്ദുക്കൾ പറയട്ടെ. ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ഇസ്ലാം വിശ്വാസികൾ പറയട്ടെ. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് അനിലിനറിയാമല്ലോ, ഇവിടെ NRC നടപ്പാക്കിയപ്പോൾ 18 ജമാഅത്തുകളിൽ പോയി പ്രസംഗിച്ച ആളാണ് ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തെ അമരവളപ്പള്ളിയിൽ ക്രിസ്മസിൻ്റെ ഫെസ്റ്റിന് 1 ലക്ഷം പേരാണ് ഒരു ദിവസം പങ്കെടുക്കുന്നത്. 1 ലക്ഷം, അങ്ങനെ ഒരാഴ്ചക്കാലം പങ്കെടുക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സമാപന സമ്മേളനം നമ്മുടെ ബിഷപ്പായിരുന്നു ഉദ്ഘാടനം. ഞാൻ അതിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുത്തു, മുഖ്യ പ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ ഇവിടെ ഈ 3 സ്ഥലത്ത് പോകുന്ന ആളാണ്. പക്ഷേ എനിക്കെൻ്റെ വിശ്വാസം ഉണ്ടെന്നേ, എൻ്റെ വിശ്വാസങ്ങളെ ഹനിക്കാൻ ഞാൻ ഇവിടുന്ന് തേങ്ങ എടുത്ത് തിരുവനന്തപുരത്ത് ഇവിടെ ഞാൻ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പഴവങ്ങാടി ചെന്ന് തേങ്ങ അടിച്ചിട്ട് പോകും. എന്നോട് തേങ്ങ അടിക്കരുത് എന്ന് പറയാൻ ആരാ അവിടെ ധൈര്യമുള്ളത്? ഇനി ഇതേപോലെ ഒരു ഹിന്ദുവിനോട് പറയുമ്പോൾ, അതാണ് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ചോദിച്ചത്, ഈ ബാക്കിയുള്ള മതകാര്യങ്ങളിൽ നിങ്ങളുടെ ഇടപെടൽ എന്താ ഉണ്ടാവുക? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന മതവിശ്വാസിയുടെ കാര്യങ്ങളിൽ നിങ്ങൾ അഭിപ്രായം പറയുന്നു. നിങ്ങൾ ഹിന്ദു ആണ് എന്ന വിശ്വാസത്തിലായിരിക്കും ഒരുപക്ഷെ നിങ്ങളത് പറയുന്നതെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആചാരപരമായ കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാൻ ഒരു രാഷ്ട്രീയക്കാരനും അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാനടക്കമുള്ള രാഷ്ട്രീയക്കാരല്ല ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഗുരുവായൂരിൽ ചുരിദാറിട്ട് കയറണോ വേണ്ടെന്നത് ദൈവഹിതം അറിയണം. അവിടെ ആ ദൈവഹിതം പറയാൻ കഴിയുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ന്യൂറോളജി തലച്ചോറ് തുറന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ ഭഗവാനിൽ എന്താണ് ഭഗവാന്റെ ഇച്ഛ എന്ന് പറയാൻ കഴിയുന്ന ദൈവജ്ഞരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളതിനകത്ത് അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് എന്താണ്? അതാണ് ഞാൻ ഒരു കാര്യം. അതിനകത്ത് വൈരുദ്ധ്യം എന്താണ്? ഇതേ ആളുകൾ പറഞ്ഞിട്ട് പശുവിനെ വളർത്തുന്ന ആളുകളാണ് ഇതൊക്കെ പറയാൻ പോകുന്നത്. വീട്ടിൽ പശുവിനെ വളർത്തുന്ന ആളുകളെ ഈ ആളുകൾ പറയുന്നത് കേട്ടിട്ട് അവരാണ് ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, 2 വോട്ടിന് വേണ്ടി, 4 വോട്ടിന് വേണ്ടി എങ്ങനെയും ഈ പറയുന്ന സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പരമപുച്ഛം മാത്രമേ ഉള്ളൂ ഞങ്ങൾ. യെസ്, അഡ്വക്കേറ്റ് ബലദേവ, പൊതുമണ്ഡലത്തിൽ കറുത്ത മുഖാവരണം ധരിച്ച് നടക്കുന്നവരോട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അങ്ങനെയൊന്നും നടക്കരുത്, നിങ്ങൾ ഇതൊക്കെ തുറന്നു വയ്ക്കൂ, നിങ്ങളെ മറ്റുള്ളവർ കണ്ട്, നിങ്ങളെ മറ്റുള്ളവരെ കണ്ടാൽ പോലെ നിങ്ങളെയും മറ്റുള്ളവർ ഒന്ന് പൂർണ്ണമായിട്ട് കാണട്ടെ എന്നൊക്കെ പറയാനുള്ള ആ തൻ്റെ ഇടം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുമോ? ഇങ്ങനെ ഒരു സംഭവത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. മുഖ്യമന്ത്രി അങ്ങനല്ല പറഞ്ഞത്. പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ എന്തോ പറഞ്ഞത്? മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. അല്ല, അതും ഇതുമായിട്ട് എന്തോ ബന്ധം? അല്ല, അതും ഇതുമൊക്കെ ബന്ധമുണ്ട്. നമ്പേര് ചോദിച്ച ചോദ്യം നമ്മൾ ചർച്ച ഞാൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം, അതായത് സുകുമാരൻ നായർ ചോദിച്ച പോലെ മറ്റ് മതക്കാരുടെ കാര്യത്തിൽ പിണറായി വിജയൻ അഭിപ്രായം പറയോ? ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് കയറി വെടിവെക്കാൻ മാത്രമാണല്ലോ താല്പര്യം. ഇല്ല, ഇത് മതപരമായ അഭിപ്രായം അല്ലല്ലോ. മതപരമായിട്ടുള്ള അഭിപ്രായം ആണല്ലോ സാർ. അല്ല, അതൊരിക്കലും നടത്തിയത്. താങ്കൾ പറയോ സനാതനധർമ്മത്തിന്റെ വക്താവല്ല ശ്രീനാരായണ ഗുരുദേവൻ എന്ന് അഡ്വക്കേറ്റ് ബലദേവ് പറയോ? അല്ല, എന്താ ഈ സനാതനധർമ്മം, അതിന്റെ അർത്ഥം എനിക്ക് നമ്പേരത് പറഞ്ഞു. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് വരാം. സനാതനധർമ്മം അതൊക്കെ ചർച്ചയാണ്. നമ്മൾ ആ സനാതനധർമ്മം എന്താണ്, സനാതനധർമ്മം അതൊരു പ്രകൃതി നിയമമാണ്. ദാറ്റ് ഈസ് എറ്റേണൽ, നമുക്ക് മാറ്റാൻ പറ്റില്ല.
ഒറ്റ വാക്കിൽ. എവിടെ പറയുന്നു? അല്ലാതെ അതൊരു RSS ഡോക്ട്രീൻ അല്ല. ഗുരുമൂർത്തിക്ക് അത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് എവിടെ പറയും? അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക്. ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആദികാവ്യം എന്ന് പറയുന്ന വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിൽ വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനോടും സഹോദരനായ ലക്ഷ്മണനോടും പറഞ്ഞു കൊടുക്കുകയാണ് ജീവിതത്തിന്റെ മൂല്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിൽ. ജീവിത മൂല്യങ്ങളെ പറ്റി ഇതൊക്കെ വൈദികമായ മൂല്യങ്ങളാണ്. ഈ വൈദിക ധർമ്മങ്ങൾ ഒരുവൻ അനുഷ്ഠിക്കേണ്ടതാണ്. സന്ധ്യാവന്തനാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അതിൽ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ജീവിയോടും കാണിക്കേണ്ടുന്ന മൂല്യമുണ്ട്. രാജധർമ്മം ഇതാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം പറഞ്ഞു ഏഷ ധർമ്മ സനാതന, ഇതിനെയാണ് സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത് എന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇതിഹാസങ്ങൾ ആദ്യകാവ്യത്തിൽ സുസ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ഇതാണ് സനാത് എന്നതിന്റെ അർത്ഥം തന്നെ നശിപ്പിക്കാൻ പറ്റാത്തത്, ഇറ്റേണൽ എന്നർത്ഥം. ആ ധർമ്മം എന്ന് പറഞ്ഞാലോ അത് ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിൽ, ഗീതാഭാഷ്യത്തിന്റെ ഉപോദ്ഘാതത്തിൽ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ധർമ്മം? ജഗത സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു യശ ധർമ്മ. ജഗത്തിന്റെ മുഴുവൻ, ഇന്ത്യയുടെ എന്നോ ജപ്പാന്റെ എന്നല്ല, ജഗത്തിന്റെ മുഴുവൻ നിലനിൽപ്പിന് കാരണമായതും ജീവനുള്ള പ്രാണി എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാറ്റിന്റെയും അഭ്യുദയം എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റി, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, ഭൗതികമായ ഐശ്വര്യം, നിശ്രേയസം മോക്ഷം. അതായത് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഐശ്വര്യം സമ്പാദിക്കുന്നതിനും മോക്ഷം സമ്പാദിക്കുന്നതിനും 2 വെവ്വേറെ മൂല്യത്തിന്റെ 2 ലിസ്റ്റുകളുണ്ട് വേദോക്തമായത്. ആ 2 തരത്തിലുള്ള, അതായത് പ്രേയസിനും ശ്രേയസിനും ഉതകുന്ന 2 തരം മൂല്യങ്ങളുടെയും ആകത്തുകയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. ഇനി പറഞ്ഞോളൂ. ബലദേവ്. സനാതനം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ശാശ്വതം എന്നാണ്. അതെ. ധർമ്മം എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. റൈറ്റ് തിങ് എന്നൊരർത്ഥമുണ്ട്, ധരിക്കുന്ന എന്നൊരർത്ഥമുണ്ട്, റിലീജിയൻ എന്നൊരർത്ഥമുണ്ട്, മതം എന്നൊരർത്ഥമുണ്ട്. ഇത് പലർക്കും പല രീതിയിൽ അതിനെ വ്യാഖ്യാനം ചെയ്യും. നമ്മുടെ സംസ്കൃതത്തിൽ പറയുന്ന വാക്കുകൾക്കെല്ലാത്തിനും പല രീതിയിൽ വ്യാഖ്യാനം ചെയ്യും. അപ്പോൾ സനാതന ധർമ്മം എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു ധർമ്മത്തിന്റെ ഉപയോഗം മാത്രമാണ് സനാതന ധർമ്മം. ആ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ പ്രത്യേകിച്ച് ഒരു ധർമ്മമാണ്. ഹിന്ദു ധർമ്മമാണോ സനാതന ധർമ്മം എന്ന് പറയുന്നത്? അതോ നായരുടെ ധർമ്മമാണോ? അതോ ഈഴവരുടെ ധർമ്മമാണോ? അങ്ങനെയൊന്നുമല്ല. മനുഷ്യരെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു എന്തായിരുന്നു പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്ന് പറയുന്നത് ഏകജാതി, ഏകമതം, ഏകദൈവമാണ്. അതിന്റെ അർത്ഥം എന്താ? ഒരു ജാതി എന്ന് പറഞ്ഞാൽ ജാതി ഇല്ല എന്നാണ്. എല്ലാ മനുഷ്യരും ഒരു ജാതിയാണെങ്കിൽ പിന്നെ ജാതിയില്ല. എല്ലാ മനുഷ്യരും ഒരു മതമാണെങ്കിൽ പിന്നീട് മതമുണ്ട്. ഈ ലോകത്തുള്ള 800 കോടി സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്ന മൂല്യം എന്താണ് അഡ്വക്കേറ്റ് ബലദേവ്? തുടക്കത്തിലെ പറഞ്ഞല്ലോ, സനാതന ധർമ്മം വെക്കുന്ന മൂല്യം ഇത്രയേ ഉള്ളൂ, ശാശ്വതമായ ധർമ്മത്തിലൂടെയുള്ള ഒരു ജീവിതം. ഞാൻ പറയട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകജാതി, ഏകമതം, ഏകദൈവം എന്നാണ്. സഹോദരൻ അയ്യപ്പൻ അതിനെ എതിർത്തുകൊണ്ട് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ അതിനെ എതിർത്ത ചരിത്രവും വന്നുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ ഇതിനെ എതിർത്ത ആളാണ്. പക്ഷെ 2ന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഏകജാതി എന്ന് പറയുമ്പോഴും ജാതി ഒന്നാണെങ്കിൽ പിന്നെ ജാതി ഇല്ലല്ലോ. നമ്മൾ തമ്മിൽ ഒറ്റ ജാതിയാണെങ്കിൽ പിന്നെ ജാതി ഇല്ല. ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഒറ്റ മതമാണെങ്കിൽ പിന്നെ ഇവിടെ മതവുമില്ല. അപ്പൊ വിശ്വാസം, മതം എന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഹിന്ദുവായിട്ട് വിശ്വസിക്കുകയോ ക്രിസ്ത്യാനിയായിട്ട് വിശ്വസിക്കുകയോ ശ്രീകൃഷ്ണനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് വന്ന ചർച്ച, 2 ചർച്ചകൾ വന്നു. ഒന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് കയറുന്നത്, വസ്ത്രം ധരിക്കാതെ കയറുന്നത്. ഇതൊക്കെ കാലോചിതമായിട്ട് ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട് കാലോചിതമായിട്ടുള്ള മതപരമായ പരിഷ്കാരങ്ങൾ, ആചാരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ആ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഹിന്ദുക്കളെ ധരിക്കുന്നെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവ് ഒരു സനാതന ധർമ്മത്തിന്റെ മാത്രം വക്താവായിരുന്നില്ല. ആ സനാതന ധർമ്മം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? പലപ്പോഴും ഇപ്പോഴും സനാതന ധർമ്മം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ഒരു ധർമ്മമായിട്ട് നിൽക്കുന്നു. ഗുരു ഹിന്ദുവിന്റെ മാത്രം ആളായിരുന്നു. ശ്രീനാരായണ ഗുരു ഹിന്ദുവിന്റെ മാത്രം ആളായിരുന്നില്ല. ശ്രീനാരായണ ഗുരു കേരളത്തിലെ ശ്രീനാരായണ ഗുരു ഹിന്ദുവിന്റെ മാത്രം ആളാണെന്ന് അല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ ഇന്റർവ്യൂ അറിയാതെ പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എടുത്തെല്ലാം പറഞ്ഞു. ഒരു വാചകം മാത്രം പിടിച്ചുകൊണ്ട് അതിനെ നമ്മൾ വിമർശിക്കരുത്. അദ്ദേഹം പറഞ്ഞത് എല്ലാ മതസ്ഥരെയും എല്ലാ ജാതികളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളായിരുന്നു ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് അദ്ദേഹം സനാതന ധർമ്മം എന്ന് ഇപ്പോഴത്തെ ഹിന്ദുക്കൾ ഉദ്ദേശിക്കുന്ന
അല്ലെങ്കിൽ ചില നേതാക്കന്മാർ അവിടെ ഒരു നേതാവ് ഒന്ന് പ്രസംഗിച്ചിട്ട് പോയി, അതിന്റെ വക്താവാകുന്നില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ആ പ്രസംഗം മൊത്തം കേൾക്കണം. മൊത്തത്തിൽ അദ്ദേഹം പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ശ്രീനാരായണ ഗുരു ഹിന്ദുവിന്റെ വക്താവായിരുന്നില്ല. ശ്രീനാരായണ ഗുരു ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും, അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ, ബ്രാഹ്മണനെന്നോ നായരെന്നോ ഈഴവരെന്നോ പറയരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജാതി മതസ്ഥരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്നുള്ള വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ആളായിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞു വെച്ച പലരും ഹിന്ദുക്കളുടെ ഇങ്ങനൊരു ചർച്ച കൊണ്ടാണ്, അല്ലെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായത് കൊണ്ടാണ് ഹിന്ദുക്കൾ മതം മാറിപ്പോകുന്നത്. കമ്മ്യൂണിസം കേരളത്തിലുണ്ടായ 1940 ശേഷമാണ്. ഈ 40 മുമ്പ് തന്നെ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഭൂരിപക്ഷം മുസ്ലിമായിരുന്നു. തെക്കൊക്കെ എന്റെ ജില്ലയിലൊക്കെ വളരെ കൂടുതലായിട്ട് ക്രിസ്ത്യൻസ് ഉണ്ട്. അന്നൊന്നും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരില്ലായിരുന്നു. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ ഈ മതം മാറിപ്പോയത്? ഹിന്ദുക്കളിൽ കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ച പിന്നോക്ക ജാതിക്കാര് അവര് കൂട്ടത്തോടെ മതം മാറി. കാര്യം എന്താ? മതം മാറിക്കഴിഞ്ഞാൽ അവർക്ക് ക്രിസ്ത്യാനിയോ മുസ്ലിമായാലും അവർക്ക് പോകുന്നിടത്തോടെ നടന്നു പോകാം, അവർക്ക് അവരുടെ പള്ളിയിൽ പോകാം, അവർ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ പോകാം, അവർക്ക് വസ്ത്രം ധരിക്കാം. ആ രീതിയിലുള്ള ദുരാചാരങ്ങൾ കണ്ടുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു കൊച്ചു പയ്യൻ ചെന്ന് ചോദിച്ചു, എനിക്ക് ദൈവത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ നിന്നെ കാണുന്നതിനേക്കാൾ വ്യക്തമായിട്ട് കാണാം, നീ എന്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ദൈവത്തെ കാണാനുള്ള യാത്രയിലേക്ക് പോയത്. ആ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഈ കേരളം ഒരു പ്രാന്താലയമായിരുന്നു. എന്താ പറഞ്ഞത്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അവിടെ അന്നുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ, ആ ജാതി വ്യവസ്ഥിതികൾ, അത് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് വരികയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അത് ഇന്നത്തെ ആർഎസ്കാരോ ബിജെപിക്കാരോ പറയുന്നത് പോലെ കേട്ടോ, കേരളം ഒരു ഭ്രാന്താലയം അങ്ങനെ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് വാദിക്കുന്നത് അല്ല. അത് ഞാൻ പറയാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഭഗവത്ഗീത, വേദവ്യാസൻ എഴുതിയ മഹാഭാരതത്തിൽ ഭഗവത്ഗീത എന്നൊരു പുസ്തകമില്ല. അത് ആദിശങ്കരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആദിശങ്കരനാണ് ഗീതയ്ക്ക് ഭാഷ എഴുതിയത്. ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞത് വ്യാസന്റെ മഹാഭാരതത്തിൽ ഭഗവത്ഗീത എന്നൊരു പുസ്തകമില്ല. അത് പിന്നീട് എഴുതി പറയുന്നത് ഒരിക്കലുമില്ല. ഞാൻ തർക്കിക്കാം, വെല്ലുവിളിക്കാം. ആദിശങ്കരന്റെ ഞാൻ പറഞ്ഞുതരാം. ആദിശങ്കരൻ തന്നെ ഗീതയ്ക്ക് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം സ്വാമി വിവേകാനന്ദന്റെ സാഹിത്യ സംഘത്തിൽ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണൻ എന്നൊരു പയ്യൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നു, വളരെ വേഗത്തിൽ രഥം ഓടിക്കുമായിരുന്നു. അല്ലാതെ ഞാൻ എടുത്ത് വായിച്ചു കേൾപ്പിച്ചേരാം. ഇതായിരിക്കുന്നു സാഹിത്യ സംഘം. വിവരക്കേട് പറയാതെ ആദിശങ്കരനെ പറ്റിയും ശ്രീകൃഷ്ണനെ പറ്റിയും ശ്രീകൃഷ്ണൻ ഒരു പയ്യൻ വേഗത്തിൽ രഥം ഓടിക്കുമായിരുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറയാത്ത നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നു, എടുത്ത് കാണിക്കും. ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഗീത എന്ന് പറഞ്ഞോ? ശങ്കരാചാര്യ ആദ്യമായി ഭാഷ എഴുതിയാണ്. ഗീതയ്ക്ക് ഭാഷ്യം എഴുതി എന്ന് വിചാരിച്ച് ഗീത മഹാഭാരതത്തിന്റെ ഭാഗമാണോ? മഹാഭാരതത്തിന്റെ ഭാഗ്യമല്ല. മഹാഭാരതത്തിൽ ഭഗവത്ഗീത എന്നൊരു പുസ്തകമില്ല. ആ ഭഗവത്ഗീത ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു തീരട്ടെ. ഗുരുമൂർത്തി മഹാഭാരതത്തിലെ അശ്വമേധ പർവ്വത്തിൽ ഞാൻ പറയട്ടെ സഹിധർമ്മ സുപര്യാപ്ത ബ്രഹ്മണ ഞാൻ പറയട്ടെ എഴുതിയിട്ടില്ല. ഇല്ല അങ്ങനെ ഒരു പുസ്തകം. ഞാൻ പറയട്ടെ, ഇല്ല അങ്ങനെ ഒരു പുസ്തകം വ്യാസന്റെ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു പുസ്തകം ഇല്ല. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുമില്ല. കാരണം അങ്ങനെ ഉണ്ടാകാൻ ഒരു യുദ്ധമുഖത്ത് ഒരു യുദ്ധമുഖത്ത് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകത്തില്ല. അതുതന്നെയാണ് എന്റെ കാര്യം. ഞാനത് എടുത്ത് കാണിച്ചു തരാം. ഞാൻ തെറ്റിദ്ധാരണയല്ല, ശരിയായ ധാരണ തന്നെയാണ്. അതവിടെ നിൽക്കണ്ട. ഇല്ല, അതിനകത്ത് എനിക്ക് എന്റെ ആവശ്യമില്ല. ഞാൻ എന്റെതെല്ലാം വായിക്കുന്നതാണ്. നിങ്ങൾ പറയുന്നതല്ല, നിങ്ങളുടെ ഇരിക്കുന്ന പുസ്തകങ്ങളാണ് തുരുമ്പൂടിക്കുന്നത്. എന്റെ പുസ്തകങ്ങളെല്ലാം നല്ലപോലെ തുരുമ്പൂടിക്കുന്നൊന്നുമല്ല. ശങ്കരാചാര്യൻ മാത്രമല്ല ഭഗവത്ഗീതയെ കുറിച്ച് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. ശങ്കരാചാര്യൻ മാത്രമല്ല ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് പോട്ടെ.
ആദ്യത്തെ ആരുടെ ആയിക്കോട്ടെ, ആദ്യം എഴുതുന്നുള്ളതല്ലല്ലോ പ്രശ്നം, ആർക്കും എഴുതിക്കൂടെ? അതല്ല, അപ്പൊ ആദ്യം ആ ശങ്കരാചാര്യ ഭാഷത്തിലെ വിമർശനങ്ങളായിട്ടാണ് മറ്റു ഭാഷകളെല്ലാം വന്നത്. അല്ല, ശങ്കരാചാര്യര് ഇപ്പം വാൽമീകി രാമായണം എഴുതുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ജനിച്ചിരുന്നവർക്കല്ലേ എഴുതാൻ പറ്റൂ. വാൽമീകി രാമായണം പിന്നെ ഒരു മിനിറ്റ് അല്ല, ഞാനൊന്നുകൂടെ പറയട്ടെ. വാൽമീകി രാമായണം നമ്മൾ ആദികാവ്യം എന്ന് പറയുന്നു. ഈ വ്യാസന്റെ മഹാഭാരതത്തിലെ 10 അവതാരങ്ങളിൽ ഒന്നാണ് ശ്രീരാമൻ. ആ ശ്രീരാമന്റെ കാര്യമാണ് വാൽമീകി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദികാവ്യം എന്ന് പറയുമ്പോൾ അതിനെന്താ അർത്ഥം? 10 അവതാരങ്ങളെ കുറിച്ച് വ്യാസൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ദശാവതാരങ്ങളിൽ ഒന്നാണ്, 7ാമത്തെ അവതാരമാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞത് 10 അവതാരങ്ങൾ, മത്സ്യക്കൂർമ്മ വരാഹച്ച തുടങ്ങി 10 അവതാരം, കൃഷ്ണ കൽക്കി ദശമ, അതിനകത്ത് രാമോ രാമശരാമ ഒരവതാരമാണ്. ആ അവതാരത്തിൽ ഒന്നാണ് വാൽമീകി എഴുതിക്കുന്ന ആദികാവ്യം. അതിനെന്താ അടിസ്ഥാനം? ഇത് ആദികാവ്യം. അല്ല, ഇത് ആര് പറയുന്നു? ഇത് എഴുതി വെച്ചിരിക്കുന്നതല്ലേ. ഇതിനകത്ത് എന്താ ശാസ്ത്രീയമായ തെളിവ്? അത് ഗുരുമൂർത്തി വെച്ച് തിരിച്ചു ചോദിക്കുക. ഇതിനെന്താ ശാസ്ത്രീയമായ തെളിവുകൾ? ഇതിനകത്ത് എന്താ ശാസ്ത്രീയ തെളിവുകൾ? ഇതിനേക്കാൾ മുമ്പേ അല്ല, ഞാൻ പറയട്ടെ ഇതിനേക്കാൾ മുമ്പേ അല്ല, ഞാൻ പറയട്ടെ, ഈ ഉപനിഷത്തുകൾ തന്നെ എത്ര ഉപനിഷത്തുകൾ ദൈവത്തെ കുറിച്ച് പറയുന്നു? എത്ര ഉപനിഷത്തുകളിൽ? ഓരോ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗുരു ശിഷ്യന് അടുത്ത് താഴെ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിരവധി ഉപനിഷത്തുകളുണ്ട്. ഞാൻ പറയട്ടെ ഈശോപനിഷത്തിൽ പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഈശാവശം ഇതം സർവം കിഞ്ച ജഗത്യാജഗത് തേന ദക്തേന മുചിതം മാതൃത അസ്യസുന്ദരം. ഇത് ഈശാവിഷത്തിലെ പ്രധാനപ്പെട്ട വാക്കാ. ഈശ്വരനാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അതിനകത്ത് പറയുന്നത് എന്താ? ത്യാഗത്തിലൂടെ ജീവിതം നേടണമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ, ഈശാവസ്യം ഈശ്വരനാൽ ഈ ജഗത്ത് മൊത്തം സൃഷ്ടിച്ചിരിക്കുന്നു. ഈശ്വരനാൽ ദൈവത്തെ ഈശ്വരനാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശോവശം ഈ ഉപനിഷത്തുകളിൽ ഇങ്ങനെ പല കാര്യങ്ങളും, അതായത് ഉപനിഷത്തുകളെല്ലാം തന്നെ, എല്ലാ ഉപനിഷത്തുകളും ദൈവികമായ കാര്യങ്ങളല്ല പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് 2 മാർഗങ്ങളെ പറ്റിയാണ് സാർ പറയുന്നത്. ഞാൻ പറയട്ടെ ഏറ്റവും ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഉപനിഷത്താണ് ഈശോപനിഷത്ത്. ആ ഈശോപനിഷത്തിൽ ഈശ്വരനെ കുറിച്ച് ഉണ്ട്. ഏറ്റവും വലിയ വാചകം ഇതാണ് ഗുരുമൂർത്തി. ഇതിനേക്കാൾ വലിയ വാചകം ഒരു ഉപനിഷത്തിലുമില്ല. ഉപനിഷത്തിന്റെ വലുപ്പമല്ല ഞാൻ പറഞ്ഞത്, ഈശ്വരനെ കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് ഈശ്വരനാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. അല്ല, എന്റെയിലുണ്ട് ഉപനിഷത്തെല്ലാം. ഈ ഈശോ ഉപനിഷത്തിലാണ് ഏറ്റവും വ്യക്തമായിട്ട് ദൈവമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. അതാണ് ഈശോവസ്യം സർവം കിഞ്ച ജഗത്യാൻ ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണ്. അത് ഈശോപനിഷത്തിൽ പറയുന്നു. അതിനേക്കാൾ വലിയ വാചകങ്ങളൊന്നുമില്ല. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ അവിടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇവിടെ അല്ല, ഞാൻ ഗുരുമൂർത്തി തമ്മിൽ വേറെ വിഷയത്തിലേക്ക് പോയി പോട്ടെ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞത്, പിന്നെ പിണറായി വിജയൻ അന്ന് സംസാരിച്ചത് ശ്രീനാരായണ ഗുരു എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ്. അതിനെ പിന്നീട് വന്നവർ വിമർശിച്ചു. അദ്ദേഹം സനാതന ധർമ്മത്തെ എതിർത്ത് സംസാരിക്കുന്നു, ഹിന്ദുക്കളെ എതിർത്ത് സംസാരിക്കുന്നു. ഉടനെ സുകുമാരനായ അഭിപ്രായം പറഞ്ഞു. ഇന്നിപ്പോ ആ പുതിയ വിഷയം അത് ചാനൽ ചർച്ച കഴിഞ്ഞിരിക്കുകയാണ്. ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ പാടില്ല. അതും ശരിയാണ്. എന്താ അങ്ങനെ പറഞ്ഞു? ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നു. പിണറായി വിജയൻ പറഞ്ഞു ഷർട്ട് ഇട്ട് കയറുന്നു. പിണറായി കൂടി അതിൽ ആ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതിനോട് യോജിച്ചില്ല അദ്ദേഹം. അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടുണ്ടോ? മതേതരത്വത്തിന്റെ പ്രത്യേകിച്ച് ഒരു ഭരണാധികാരി അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്പ്യാരെ, നമ്മളിപ്പോ ഇടത്തിൽ 4 പേർക്ക് ഇരിക്കുന്നു. നമുക്ക് 4 വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായം സമൂഹം സ്വീകരിക്കണം. ഞാൻ അതുകൊണ്ടാണ് താങ്കളോട് ഞാൻ ചോദിച്ചത്. എന്റെ അഭിപ്രായം നമ്പ്യാർ കേൾക്കണമെന്നില്ല, നമ്പ്യാരുടെ അഭിപ്രായം ഹരി കേൾക്കണമെന്നില്ല. ഹരി പറയുന്ന കാഴ്ചപ്പാടായിരിക്കത്തില്ല ഗുരുമൂർത്തിയുടെ. അപ്പൊ ഇത് അല്ലെങ്കിൽ ഒരു ചർച്ചിലോ പോയി അവരെ ഇങ്ങനെ പഠിപ്പിക്കുകയോ പിണറായി വിജയൻ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ഇപ്പൊ നമുക്കറിയാലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചാനൽ ഉൾപ്പെടെ 2-3 ചാനൽ നമ്മൾ ചർച്ച ചെയ്തല്ലേ, എന്താ
CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്താ പറഞ്ഞ്, ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിൽ നിന്ന് ജയിക്കുന്ന മത തീവ്രവാദികളുടെ വോട്ട്, അവിടെ ഭൂരിപക്ഷം വോട്ട് മുസ്ലിങ്ങളുടെയാണ്. 7 മണ്ഡലങ്ങൾ 4 മണ്ഡലം മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനകത്ത് മുസ്ലിം ജനവിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ടായി. അതിന്റെ അർത്ഥം എന്താ? വയനാട് ഭാഗത്ത് വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെ അതിനേക്കാൾ വലിയൊരു സ്റ്റേറ്റ്മെന്റ് മുസ്ലിങ്ങൾക്കെതിരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞിട്ടില്ല, ധൈര്യപ്പെടത്തില്ല, കോൺഗ്രസ്സുകാരും പറയത്തില്ല, BJP-ക്കാർ പോലും പറയത്തില്ല. അത്രയും ധൈര്യമായിട്ട് പറഞ്ഞു 4 മണ്ഡലം മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത് മത തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് അത് ജയിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അത് നമ്മളത് മൊത്തത്തിൽ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടായിട്ട് അതിനെ എടുത്തുകൊണ്ട് അങ്ങനെ നവോത്ഥാന നായകനായ പിണറായി വിജയൻ ഈ മുസ്ലിം സ്ത്രീകളെ പർദ്ദ ഉപേക്ഷിക്കണമെന്ന് പറയൂ, അതിനുള്ള നട്ടല് ഇല്ല. അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഹിന്ദുക്കളാരും അല്ല, എന്താ പറയാത്തത്? പിണറായി വിജയൻ പറഞ്ഞു നവോത്ഥാനവരല്ലേ, എന്താ പറയാത്തത് സാർ? അല്ല, പിണറായി വിജയൻ പറഞ്ഞു ഹിന്ദുക്കൾ അമ്പലത്തിൽ പോരെന്ന് പറഞ്ഞു. എവിടെങ്കിലും പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ പോകാൻ പാടില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആചാരങ്ങൾക്കെതിരൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ഈ ചില നിലവിലുള്ള ഹിന്ദുക്കളുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ മേൽ എങ്ങനെയൊക്കെ കത്തിവെക്കാൻ പറ്റുമോ അതിൽ റിസർച്ച് ബലദേവ്. നമ്മളിതൊക്കെ കേരളത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? എന്തെല്ലാം പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നോക്കി, ഇതെല്ലാം ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി. ഞാൻ പറയാം, ഞാനൊരു വാചകം പറഞ്ഞാൽ ആ വാചകത്തെ കേൾക്കുന്നവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ആ വാചകത്തെ വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനത്തെ കുറിച്ചൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കണം, അതിലത്തെ ഓരോ വാക്കുകൾ എങ്ങനെ വിവരിക്കണം, അതിന് എങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ വ്യക്തമായിട്ട് വ്യാഖ്യാന ശാസ്ത്രം പ്രത്യേകം നമുക്കതനുസരിച്ച് വ്യാഖ്യാനിക്കും. പിണറായി വിജയൻ പറഞ്ഞ അർത്ഥത്തിലല്ല നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾ മൊത്തത്തിൽ പിണറായി വിജയൻ അങ്ങനെയാണെങ്കിൽ സുകുമാരൻ നായരുടെ വെല്ലുവിളി അതേ ഏറ്റെടുക്കുവോ? അല്ല, അത് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. സുകുമാരൻ നായർ പറഞ്ഞ എന്താ? സുകുമാരൻ നായർ പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമിയെ ബന്ധപ്പെട്ട് പറഞ്ഞു ചില ക്ഷേത്രങ്ങളിൽ. സച്ചിദാനന്ദ സ്വാമി മാത്രമല്ല, മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. അല്ല, പറഞ്ഞു അതുകൊണ്ട് മതക്കാരുടെ കാര്യത്തിൽ ഇതുപോലെ അഭിപ്രായം പറയുമോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ധൈര്യം കാണിക്കുമോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അല്ല, ഇവിടെ ഞാനെന്ന് പറഞ്ഞോട്ടെ, ഇവിടെ വലിയൊരു ക്ഷേത്രമുണ്ട്, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കണ്ടമാനം ലക്ഷക്കണക്കിന് കാലം വരുന്ന ശബരിമല കഴിഞ്ഞാൽ വലിയ ഒരു ക്ഷേത്രം ഇത്. അവിടെ ഒരു 10-15 വർഷം മുമ്പ് വരെ ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ പറ്റും. അവിടെ ഒരു ദിവസം കൊടിമരം എങ്ങാണ്ട് ചരിയൊന്നും ചെയ്തപ്പോൾ അവിടെ ദേവസ്വം പ്രസിഡന്റ് കാലത്തെ പറഞ്ഞു ഷർട്ട് ഇട്ടുകൊണ്ട് പാടാ, പുരുഷന്മാര് ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നോണ്ടാണ് ഈ കൊടിമരം ചരി ചെയ്തത്. അത് ഹൈക്കോടതി കേസൊക്കെ കിടക്കും. അത് ബന്ധപ്പെട്ട് അന്ന് നിർമ്മാണത്തിൽ അപാകതയാണെന്നും പറഞ്ഞ് ക്ഷേത്ര ഉപദേശം രംഗം തന്നെ കേസ് കൊടുത്തു. അയാൾക്ക് അനുകൂലമായിട്ട് കേസ് വിധി വന്നിരിക്കുകയാണ്. ആ നിർമ്മാണത്തിൽ അപാകതയായിരുന്നു. പക്ഷേ ദേവസ്വം പ്രശ്നത്തിൽ വന്ന എന്താ, പുരുഷന്മാര് ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നതാണ്. അപ്പൊ ഇതിനകത്ത് എന്താ അടിസ്ഥാനം? അപ്പൊ ആ ഒരു അമ്പലത്തിലെ ആചാരങ്ങള് പറയാം. അല്ല, ഞാൻ അദ്ദേഹം കുറിച്ചു അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു മറുപടി ആയിട്ടാണ് അത് പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ആ കൊടിമരം ചരിഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കൊടിമരം ചരിഞ്ഞപ്പോൾ എൻ്റെ കാരണമായി അവിടെ കണ്ടെത്തിയത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ പറയാറുണ്ടല്ലോ കബഡി നിരത്തി, അല്ലെങ്കിൽ ദേവപ്രശ്നം. കറക്റ്റ്, അതാണ് ശരിയായിട്ടുള്ള വാക്ക്. ദേവപ്രശ്നം നടത്തിയിട്ട് അതിൻ്റെ കാരണമായി പുരുഷന്മാരവിടെ ഉടുപ്പിട്ടിട്ട് കയറുന്നതുമാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് അദ്ദേഹം ചോദിച്ചു. നാളെ മഴ പെയ്യും എന്ന് തിരുവനന്തപുരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? മഴ പെയ്യാതിരിക്കാം. ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പോലും താങ്കൾ പറയുന്ന ഈ ഒരു കാര്യത്തെ നമുക്ക് യോജിപ്പിക്കാൻ കഴിയില്ല. അതാണ് പല്ല് പറഞ്ഞത്, ഒരു വിശ്വാസമാണ്. നിങ്ങൾക്കത് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം നാളെ മഴ പെയ്യില്ല എന്ന് പറയുന്നത് കവടി നിരത്തിയിട്ടല്ല, ദേവപ്രശ്നം വെച്ചിട്ടല്ല. അതിനൊരു ശാസ്ത്രീയമായ രീതികളും സമീപനങ്ങളും ഉണ്ട്. ഇവിടെ നമുക്കറിയാമല്ലോ, ഇപ്പം IMDയുടെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നാളെ തിരുവനന്തപുരത്ത് പെരുമഴ. നമ്മൾ കുടയൊക്കെ ഇറങ്ങി തിരിച്ച് വരുമ്പോൾ ഒരു തുള്ളി മഴ പെയ്യത്തില്ല. IMDയുടെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. എന്താ അതിൻ്റെ അടിസ്ഥാനം? അതുകൊണ്ട് അങ്ങനെ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പം ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് വക്കീൽ അങ്ങനെ പറയാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല.
അല്ലെങ്കിൽ ഗുരുമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അനിലും വിശ്വാസിയാണ്, അതുകൊണ്ട് അനിലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പം നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ കയറി പിടിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായിട്ടിരുന്നോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാർൽ മാസമുത്തപ്പൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടോണം എന്ന് പറയുന്നൊരു ലൈൻ നിങ്ങൾ സ്വീകരിക്കരുത്. അവിടുത്തെ ആളുകൾ അങ്ങനെ ഒരു കൊടിമരം ചരിഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. അതാണ് പ്രശ്നം. നമ്പ്യാരെ ഒരു സെക്കൻഡ്, അതിന് ഹൈക്കോടതിയിൽ കേസുണ്ട്, അതിൽ അമ്പല കമ്മിറ്റിക്കെതിരെ കേസ് വന്ന നിർമ്മാണത്തിൽ അപാകതയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ പ്രൈമറി എന്താ, ഞാൻ പറയട്ടെ പ്രൈമറി എന്താ. ഞാൻ ഒരു കഥ കൂടി പറയാം വക്കീല, ഞാൻ ഒരു കഥ കൂടി പറയാം, ഒരു കഥയല്ല ഒരു സംഭവം കൂടി പറയാം. കഥയെന്ന് വേണമെങ്കിൽ ഞാൻ കഥയ്ക്കോ. ഈ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഒരു യാഗം നടത്തുന്നുണ്ട് അല്ലേ, മഴ അങ്ങനെ ഒരു വലിയ യാഗമുണ്ട്, ഗുരുമൂർത്തി അങ്ങനെ ഒരു യാഗം ഉണ്ടല്ലേ അല്ലേ, അതിന്റെ പേരെനിക്കറിയില്ല. തൃശ്ശൂർ പാഞ്ഞാളില് അല്ലേ, പാഞ്ഞാളിലാണ് അല്ല പറയട്ടെ, ഞാൻ പറയട്ടെ, തൃശ്ശൂരിൽ പാഞ്ഞാളിൽ മഴ പെയ്യിക്കാൻ, അതെ അതെ, അത് ഞാൻ അത് അരണി കടഞ്ഞിട്ട് വളരെ ഭംഗിയായി ആ യാഗം നടത്തി. അപ്പം മഴയില്ലാത്തൊരു സമയത്താണ് വളരെ ഭംഗിയായിട്ട് ആ യാഗം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ നാസയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ വന്നു. അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടോ എനിക്കറിയില്ല. ഞാനെന്താ ആ ഒരു യാഗം നടത്തിയ സമയത്ത് അതിൻ്റെ ഒരു ഇൻപുട്സ് എടുത്തപ്പോൾ നാസയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ ഇത് പഠിക്കാൻ അവരുടെ വലിയ യന്ത്ര സാമഗ്രികളുമായിട്ട് വന്നു. അതിന് പ്രത്യേക ഒരു ക്യാമറയുടെ പേരും പറഞ്ഞിരുന്നു, ഞാനത് അന്ന് ഓർത്തിരുന്നു, ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ട്രില്യൺ ക്യാമറാസ്, കറക്റ്റ്. അപ്പോൾ ആ ക്യാമറയിൽ ഇതിൻ്റെ മുഴുവൻ വിഷ്വൽസ് അവർക്ക് പകർത്തി എടുത്തിട്ട് അവർ പറഞ്ഞു there are some positive vibrations which happens when we do this particular thing എന്ന് അവർ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞല്ല, നാസയിലെ ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇനി ഇതിന് രസകരമായ കാര്യം കൂടെ പറയാം. അതിന്റെ ശാസ്ത്രീയ അടിത്തറയുണ്ട്, രണ്ടും കൂടെ പറയല്ലേ, അങ്ങനെ രണ്ടും കൂടെ പറയല്ലേ, ഏതെങ്കിലും യാഗവും പ്രശ്നം രണ്ടാണ്. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? നോക്കൂ, ഞാൻ പറയട്ടെ, യാഗത്തിന് യാഗങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറ. ഞാൻ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഗുരുമൂർത്തി അങ്ങ് തമ്മിൽ തർക്കിച്ചപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങ് കേൾക്കൂ, അങ്ങക്ക് സംസാരിക്കാൻ, അങ്ങക്ക് അഭിപ്രായം പറയാൻ അതിന് സമയം തരും. അപ്പൊ നോക്കൂ, ഇതിനകത്ത് യാഗം നടത്തി, യാഗത്തെ കഥ തീരുന്നില്ല കേട്ടോ. അപ്പൊ യാഗത്തിന് അവസാന ദിവസം മഴ പെയ്യുന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഒരു 1000 പേര് വന്നു. 1000 പേര് വന്നപ്പോൾ കൊടുമഴ, ഭയങ്കര മഴ. അതിൽ ഒരാൾ മാത്രം കുട പിടിച്ചു. ഒരൊറ്റ ആൾ കുട പിടിച്ച് നനയാതെ നിന്നു, ബാക്കിയുള്ള മുഴുവൻ ആളുകളും നനഞ്ഞു എന്നാണ് കഥ. എന്താ, ഇതിൽ ഒറ്റൊരുത്തനെ വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ, ഇതിൽ മഴ പെയ്യും എന്നുള്ളത്. അതുകൊണ്ട് അയാൾ കുടയായിട്ട് വന്നു, മനസ്സിലായോ? അപ്പോൾ ഈ 100 പേർക്കും വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഒരാളുണ്ടാവും, അയാൾ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും. ആ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവനെ കൂടി ഉൾക്കൊള്ളണമെന്നാണ് രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത് നീ അവൻ്റെ ശബ്ദം കൂടി കേൾക്കണം എന്നാണ്. അതുകൊണ്ടാണ് രാജ്യത്ത് പ്രതിപക്ഷം എന്നൊരു സംവിധാനം നമ്മുടെ ഈ ജനാധിപത്യത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിത് പറയാനുള്ള കാരണം, ഈ വിശ്വാസം അങ്ങ് പറഞ്ഞു യാഗവും ഇതും രണ്ടാണെന്നല്ല. യാഗം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവൻ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യം സംഭവിക്കാൻ നടത്തുന്നതാണ്. അതാണ് നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിവേദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ശത്രു സംഹാര പൂജ, അങ്ങനെ ഒരു സാധനമുണ്ട്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കും, ഈ ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പൂജ നടത്തുന്നവന്മാരാണല്ലോ എന്ന് പറയും. ഏറ്റവും കൂടുതൽ ശത്രു സംഹാര പൂജയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതാണ് അന്ന് പറയുന്നത്. എനിക്കറിയില്ല, അവിടെ ഞാൻ പറയുന്നില്ല. ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങളുടെ നേതാവ് കാടാമ്പുഴയിൽ പോയിട്ട് ഈ ശത്രു സംഹാര പൂജ മുട്ടർക്കുകയും ചെയ്തു. എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ ഞാനിതൊക്കെ പറയുന്നത് ശരിയല്ലോ, ഞാനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണ്. ഗുരുമൂർത്തി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കേൾക്കാൻ ആളുകൾ താല്പര്യം ഉണ്ടാവും. എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ വായിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശത്രു സംഹാര പൂജ എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിലുള്ള ക്രോധം, കോപം, അസൂയ, കുശുമ്പ്, ഏഷണി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകാതിരിക്കണമേ ഭഗവാനെ എന്ന് സ്വയം പറഞ്ഞിട്ട് അവൻ്റെ ഉള്ളിലുള്ള ശത്രുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇതറിയാത്തവർ എന്താ വിമർശിക്കുന്നത്? അമ്പലത്തിൽ നിങ്ങൾ ചെന്ന് നോക്കൂ, അവിടെ ശത്രു സംഹാര പൂജയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
അങ്ങനെയാണോ ഒരു അമ്പലം നടക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്താണ് അമ്പലം, എന്താണ് അമ്പലം എന്ന സങ്കല്പം, ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ വക്കീലെ ഞാൻ പറയട്ടെ, അങ്ങക്ക് ഇതൊന്നും അറിയില്ല എന്ന് ഞാൻ പറയില്ല. അങ്ങയുടെ ആ ഇതിനെക്കുറിച്ച് വേദങ്ങളെക്കുറിച്ച് പുസ്തക ശേഖരം കണ്ടില്ലേ? പുസ്തക ശേഖരത്തിലൊക്കെ എനിക്കറിയാം. പക്ഷേ എന്താ പ്രശ്നം, നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വോട്ട് കിട്ടാൻ ഇതൊന്നും യാഗത്തിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്, ഈ കൊടിമരത്തിന് ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്നാണ്. കൊടിമരത്തിനും ശാസ്ത്രീയ അടിത്തറയുണ്ട്. കൊടിമരത്തിനെ ശാസ്ത്രീയ അടിത്തറ ഉള്ളൂ. ആ കൊടിമരം എന്താണ് എന്ന് അങ്ങ് മനസ്സിലാക്കില്ല. ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ കൊടിമരം ചരിഞ്ഞതിന്റെ കാരണമായി അവിടെ ദേവപ്രശ്നത്തിൽ അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ല, അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ല ഇത് നോക്കിയിട്ട് പറഞ്ഞത്. എന്താ ഇതിങ്ങനെയാണ്, ഇത് ചരിഞ്ഞതിന്റെ കാരണം ഉടുപ്പിടാതെ കയറിയതാണെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ല പറഞ്ഞത്. അതിന് പറയാൻ അർഹതയുള്ളവർ തന്നെയാണ് പറഞ്ഞത്. ആ പറഞ്ഞ അർഹതയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജ്യോത്സ്യന്മാരെന്ന്. വളരെ സിമ്പിളായിട്ട് പറയും, ഞാൻ അവരെ വിളിക്കുന്നത് ദൈവജ്ഞർ എന്നാണ്, അതറിയാൻ കഴിയുന്നവരെന്നാണ്. വിദ്യാസാഗർ, എനിക്ക് പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ബലദേവ് സാറിനെ ഒരു കാരണവശാലും അപമാനിക്കാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ കണക്കാക്കുന്നത് ബലദേവ് സാറ് എന്തായാലും ബലദേവ് സാറ് ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, പുസ്തകങ്ങളൊക്കെ വാങ്ങി വെച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്തെന്നറിയോ, അദ്ദേഹം പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നേരത്തെ നമ്മുടെ ഹരി സാർ പറഞ്ഞല്ലോ, അതായത് പാഞ്ഞാളിൽ നടന്ന യാഗങ്ങളെ പറ്റി പഠിച്ച് വളരെ ശാസ്ത്രീയമായി പുസ്തകം എഴുതിയ ഒരു പ്രൊഫസറാണ് ജോഹാൻ ഫ്രിറ്റ്സ്റ്റോൾ. അയാൾ ആംസ്റ്റർഡാംകാരനാണ്, 2012 മരിച്ചു. അദ്ദേഹം വളരെ വിശദമായിട്ട് എന്താണ് യാഗം എന്ന് വളരെ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പെൻഗ്വിൻ ബുക്സ് ആണ്, വേൾഡ് വൈഡ്. ഫ്രെഡ് സ്റ്റോളിന്റെ പുസ്തകം. അപ്പൊ അവരൊക്കെ വളരെ വലിയ പണ്ഡിതന്മാരാണ്, പ്രൊഫസേഴ്സ് ഓഫ് സോസിയോളജി ആൻഡ് ഫിലോസഫി. അവരെല്ലാം പഠിച്ചിട്ടാണ് ഇത് എഴുതുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ കൊടിമരവും യാഗവും നമ്മൾ എന്താ ബന്ധം എന്ന് ചോദിച്ചതിനോട് മറുപടി പെട്ടെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കാണുന്ന മഹാക്ഷേത്ര മാതൃകകളെല്ലാം തന്നെയും യജ്ഞത്തിന്റെ പുനരാവിഷ്കരണമാണ്. ഇത് വളരെ സത്യമായ കാര്യമാണ്. കാരണം കൊടിമരം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇപ്പൊ ഒരു സ്ഥലത്ത് യാഗം നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ നമ്മൾ പോയിട്ട് ഒരു വലിയ കവുങ്ങ് കൊണ്ടുപോയിട്ട് അവിടെ നടും. യാഗം നടക്കുന്നതിന് മുമ്പ് പണ്ട് മുതലേ ആ യാഗം ഇന്ന നാട്ടിൽ യാഗം നടക്കുന്നുണ്ട്, ദൂരത്തുള്ള ആളുകൾക്ക് ഇവിടെ അഗ്നി കാര്യം നടക്കുന്ന അറിയിപ്പാണ് ആ കൊടിമരം ആയിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത്. അന്ന് ഈ കൊടിമരം വെക്കും. എന്തിനാണ്? അതിന്റെ മേലെ അഗ്നി ജിഹ്വയുടെ ആകൃതിയിൽ, അതായത് അഗ്നിയുടെ ജിഹ്വയുടെ ആകൃതിയിൽ തീനാവ് പോലെയുള്ള ഒരു കൊടി കയറ്റും. എന്നിട്ട് അതെന്തിനാണ്? ചുറ്റുമുള്ള ആളുകൾക്ക് അറിയണം ഇവിടെയാണ് യാഗം നടക്കുന്നത് എന്ന്. അപ്പൊ അന്ന് കാലത്ത് യജ്ഞത്തിന്റെ കാലം, അതായത് ക്ഷേത്രങ്ങൾ വരുന്നതിന് മുമ്പുള്ള മാതൃകയില് യജ്ഞ കാലഘട്ടത്തിൽ അഗ്നി കാര്യം നടന്നിരുന്ന നടുവിലുള്ള ആ മുഖ്യമായ അഗ്നി വെച്ചിരിക്കുന്ന ഇടത്തെയാണ് ഇപ്പോൾ ശ്രീകോവിൽ എന്ന് വിളിക്കുന്നത്. അവിടെ നടുവിലുള്ള ബിംബം ശരിക്കും അഗ്നിയുടെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ബിംബത്തിലേക്ക് ചെയ്യുന്ന പൂജകൾ പോലും, അത് ശ്രീകൃഷ്ണന്റെ ബിംബമായിക്കോട്ടെ, ശിവലിംഗമായിക്കോട്ടെ, കാളി ആയിക്കോട്ടെ, ആ വിഗ്രഹത്തിലൂടെയാണ് പൂജ ചെയ്യുന്നത്. അപ്പൊ പൂജ ചെയ്യുന്ന ആൾ ഉപയോഗിക്കുന്ന മന്ത്രം എന്താണ്? ത്വയി സംപൂജയാം ഈശം എന്നാണ്. നിന്നിലൂടെ ഞാൻ ഈശ്വരനെ പൂജിക്കുന്നു എന്നാണ്. ആ വിഗ്രഹം ഒരു ഉപാധിയാണ്. ആ ഉപാധിയിലൂടെ എന്തിനാണ് കൊടുക്കുന്നതൊക്കെ? അതുകൊണ്ട് പൂജ ചെയ്യുമ്പോൾ പൂജകൻ ക്ഷേത്രത്തിനകത്ത് എല്ലാ മന്ത്രങ്ങളും സ്വാഹാകാരത്തോട് വെച്ചിരിക്കുന്നു. സ്വാഹാകാരത്തോട് കൂടി ഒരു സാധനം ചെയ്താൽ അതിന്റെ അർത്ഥം അത് അഗ്നിക്കുള്ളതാണെന്നാണ്. സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രം അഗ്നിക്കുള്ളതാണ്. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ യജ്ഞഭൂമിയിൽ യജ്ഞം ചെയ്തിരുന്നതിന് തുല്യമായിട്ട് അതേ ക്രിയകളെ നിത്യാരാധനയാക്കി മാറ്റിയതാണ് ക്ഷേത്ര സങ്കല്പം. ഇപ്പൊ കൊടിമരം എന്ന് പറയുന്നത് അകത്ത് അഗ്നി കാര്യം നടക്കുന്നു എന്നുള്ള അറിയിപ്പാണ്. ഇവിടെ അകത്ത് അഗ്നിക്ക് സമാനമായ പ്രാണപ്രതിഷ്ഠയിലൂടെ അഗ്നി കൊളുത്തിയ ഒരു ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നു, ആ യജ്ഞം നിത്യം നടക്കുന്നു കാണിക്കാനാണ് ഇളകാതെ മാറ്റാത്ത കൊടിമരം വെക്കുന്നത്. അപ്പോൾ ആ കൊടിമരം ഇളകിയാൽ, ഇപ്പൊ ശ്രീവല്ലഭ ക്ഷേത്രം തിരുവല്ലയിൽ ഇടിമല്ല് കൊണ്ട് കൊടിമരം വീണിരുന്നു, ഓർക്കുന്നുണ്ടാവും. അങ്ങനെ കൊടിമരം വീണാൽ അത് വളരെ പ്രധാനമായ അഗ്നി കാര്യത്തിന് വന്ന ലോപമായിട്ടാണ് ദൈവജ്ഞന്മാർ കണക്കാക്കുക. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ക്ഷേത്രത്തിന്റെ ആചാര മര്യാദകൾ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രശ്നം വെക്കുക എന്നുള്ളത് വളരെ സ്വാഭാവിക കർമ്മമാണ്. അതിനും പൂർവിക യജ്ഞങ്ങൾക്കും വളരെ വലിയ ബന്ധമുണ്ട്. കാരണം അന്ന് നടന്നിരുന്ന യജ്ഞങ്ങളുടെ പുനരാവിഷ്കരണം മാത്രമാണ് ഇന്നത്തെ ക്ഷേത്രങ്ങൾ. അത് അവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു വിഷയം പറഞ്ഞത്, അതായത് സനാതന ധർമ്മം എന്നത് ശങ്കരാചാര്യർക്ക് മുമ്പ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ, ശങ്കരാചാര്യർ അവിടുത്തെ ഭാഷ്യത്തിൽ, ഗീതയുടെ ഭാഷ്യത്തിൽ മഹാഭാരതത്തിൽ നിന്ന് തന്നെ കോട്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യം ഉപോദ്ഘാതത്തിലും തുടർന്നുള്ള ശ്ലോകങ്ങളിലും എടുത്തെടുത്ത് പറയുന്നുണ്ട്. പാണ്ഡവരെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ കൗരവരെ പറ്റി പറയുമ്പോൾ, വ്യാസാചാര്യെ പറ്റിയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ആചാര്യസ്വാമികൾ
പൂർവ്വ മഹാഭാരത കാലഘട്ടത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഗീത വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഓരോ ശ്ലോകവും. അപ്പോ മഹാഭാരതത്തിൽ ഉള്ളതല്ല ഗീത എന്നത് മഹാനായ ശങ്കരാചാര്യർ എവിടെയും പറഞ്ഞിട്ടില്ല, ശ്രീനാരായണ ഗുരുസ്വാമികളും പറഞ്ഞിട്ടില്ല, ചട്ടമ്പി സ്വാമികളും പറഞ്ഞിട്ടില്ല, രമണ മഹർഷിയും പറഞ്ഞിട്ടില്ല, ശ്രീ ഒറബിന്ദോ, ലോകം കണ്ട ഏറ്റവും വലിയ മനീഷിയായ ശ്രീ ഒറബിന്ദോ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾ കേൾക്കണ്ട. സുനിൽ ഇളയിടത്തെ പോലെ പിൻവാതിലൂടെ വ്യാജ ഡോക്ടറേറ്റ് സമ്പാദിച്ച ഒരുത്തർ എഴുതിയ പുസ്തകം വായിച്ച് ഞങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി എന്നേ പറയാൻ പറ്റുള്ളൂ. ആ വാദം അവിടെ നിൽക്കട്ടെ. ഇനി രാമായണത്തിന് മുൻപ് ഹിന്ദുമതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാമായണത്തിൽ പലയിടങ്ങളിൽ ഈ ദശരഥ മഹാരാജാവ് നടത്തുന്ന യാഗങ്ങളും യജ്ഞങ്ങളും പുത്രകാമി ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടാപൂർത്തത്തിനായിക്കൊണ്ട് ചെയ്യുന്ന, നമുക്കൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ യജ്ഞത്തെയാണ് ഇഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ പുത്രകാമി ഇഷ്ടി ചെയ്തുവല്ലോ ദശരഥ മഹാരാജാവ്. ആ ഇഷ്ടി എവിടുന്ന് വന്നു? വൈദികമാണത്. അതായത് രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ദശരഥ മഹാരാജാവ് അടക്കമുള്ളവർ പിൻപറ്റിയെന്ന ഏത് ധർമ്മത്തെയാണ്? വേദധർമ്മത്തെയാണ്. ആ വേദധർമ്മത്തിൽ 2 വഴികൾ പറയുന്നു. ഒന്ന് പ്രവൃത്തി മാർഗം, അത് പ്രജാപതിയുടെ മാർഗം. 2 നിവൃത്തി മാർഗം, അത് സനകാദികളുടെ മാർഗം. അങ്ങനെ പ്രവൃത്തിയും ജ്ഞാനവും സമ്മേളിച്ചുകൊണ്ട് പോകുന്ന ഒരു ധർമ്മമാണ് സനാതന ധർമ്മം. അപ്പൊ ഈ പ്രവൃത്തി മാർഗത്തിനുള്ള നിയമങ്ങൾ, നിവൃത്തി മാർഗത്തിനുള്ള നിയമങ്ങൾ രണ്ടും രണ്ടാണ്. ഈ രണ്ടിനെയും ഗീത ഒരുമിച്ച് പരാമർശിക്കുന്നത് കൊണ്ട് ഗീതയെ വേദസാരം എന്ന് വിളിക്കുന്നു. ഞാൻ വിളിച്ചതല്ല, ഗുരുമൂർത്തി വിളിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാം. ഇത് വിളിച്ചിരിക്കുന്നത് ജഗദ്ഗുരു ശങ്കരാചാര്യരാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം. ഈ ഗീതാശാസ്ത്രം മുഴുവൻ വേദത്തിന്റെയും സാരത്തെ കടഞ്ഞെടുത്ത നവനീതമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യരാണ്. അപ്പൊ വേദം മുതലുള്ള എല്ലാ പൂർവ്വ ഗ്രന്ഥങ്ങളുടെയും സക്സിൻറ്റ് ഐഡിയാണ്, ക്വിൻറ്റ് എസെൻസ് ആണ് ശ്രീമദ് ഭഗവത്ഗീത തരുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഇത്രയധികം ഗീത പഠിക്കാൻ കാരണം. ഇതിൽ വേദത്തിൽ പരത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ചുരുക്കി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊന്നും വേറെ വേറെയല്ല. രാമായണം വേറെ, ഗീത വേറെ എന്തോ പറയുന്നു, മഹാഭാരതം വേറെ എന്തോ പറയുന്നു, അങ്ങനെയല്ല. വൈദികമായ ആശയങ്ങളെയാണ്, ഈ പ്രവൃത്തി നിവൃത്തി മാർഗത്തിലെ ധർമ്മങ്ങളെയാണ് സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്. കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, അതിനാണ് ഗൃഹ്യസൂത്രങ്ങൾ. കുടുംബത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറണം, അതിഥി വന്നാൽ എങ്ങനെ സ്വീകരിക്കണം, ആരോട് എങ്ങനെ പെരുമാറണം, ഇത്തരം വിഷയങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു ഗൃഹ്യസൂത്രങ്ങളിൽ. അപ്പൊ യജ്ഞം ചെയ്യണം, കൽപ്പം, എങ്ങനെ യജ്ഞം നടത്തണം, എന്തൊക്കെ യജ്ഞത്തിൽ എന്തൊക്കെ ശേഖരിക്കണം, കൽപ്പത്തിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഉച്ചരിക്കേണ്ടത് എങ്ങനെ, വ്യാകരണം എങ്ങനെ, ശബ്ദശാസ്ത്രം എങ്ങനെ, ഇത് കൃത്യമായിട്ട് നിരുക്തം പറയുന്നു വേദത്തിലെ 6 അംഗങ്ങളിൽ ജ്യോതിഷം അടക്കമുള്ള 6 അംഗങ്ങൾ പറഞ്ഞത് തന്നെയാണ് പിന്നീട് വന്നിട്ടുള്ള എല്ലാ ടെക്സ്റ്റുകളിലും അപ് ടു ഭഗവത്ഗീത എല്ലാം ഇത് തന്നെയാണ്. അപ്പൊ സനാതന ധർമ്മത്തിന് എവിടെയും വിച്ഛിത്തി വന്നിട്ടില്ല, മുറിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്. എന്താണോ വൈദിക ഋഷി അഗ്നിമീഡ എന്ന് പറഞ്ഞ് തുടങ്ങിയത്, അത് മുതൽ ഗീതയിലെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ വരെയുള്ള കാര്യങ്ങളിലെല്ലാം ഒഴുകുന്നത് ഒരേ സനാതന ധർമ്മത്തിന്റെ ആശയമാണ്. ഈ ആശയം അല്ലാതെ ശ്രീനാരായണ ഗുരു എന്താണ് പറഞ്ഞത്? ഈ ആശയം അല്ലാതെ ഒറ്റ ശ്ലോകത്തിൽ, അതായത് അനുകമ്പ ദർശകം എന്ന ഒരൊറ്റ കൃതിയിൽ മാത്രമാണ് ശ്രീനാരായണ ഗുരു ഇതര മതങ്ങളെ പരാമർശിച്ചിട്ടുള്ളത്. ബാക്കി അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും ഈ വൈദികമായ നിവൃത്തി മാർഗത്തിന്റെ ചിന്തയിലുള്ളതാണ്. ശങ്കരാചാര്യർ നിവൃത്തി മാർഗത്തിന്റെ ആചാര്യനാണ്, സന്യാസാചാര്യനാണ്. അപ്പോ അവിടെ അദ്വൈതം എന്ന പരമോത്കൃഷ്ടമായ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന സകല ജീവജാലങ്ങളും ഒരേ ചൈതന്യമാണെന്ന് വിശ്വസിക്കുന്ന ജാതി ചിന്തയുടെ ഒന്നും ഒരു കറ പോലും ഏൽക്കാത്ത അത്രയും ഉയർന്ന സിദ്ധാന്തം പഠിപ്പിച്ച ശങ്കരാചാര്യർ അതേ സിദ്ധാന്തമാണ് താനും പറയുന്നത് എന്ന് പറഞ്ഞ് നാരായണ ഗുരു എങ്ങനെ അഹിന്ദു ആവും? ഒരിക്കലും ആവില്ല. മാത്രമല്ല ഹിന്ദു ആയതുകൊണ്ടാണ്, സനാതനധർമ്മി ആയതുകൊണ്ടാണ് അദ്വൈതം എന്ന ആശയം അദ്ദേഹത്തിന് കിട്ടിയത്. അല്ലാതെ ആകാശത്തിൽ ദൈവം ഇരിക്കുന്നു, സൃഷ്ടി നടത്തുന്നു, മരിച്ചു കഴിഞ്ഞ് ശിക്ഷിക്കുന്നു എന്ന കുട്ടിക്കഥയല്ല സനാതനധർമ്മം. അത് നാരായണ ഗുരുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം സനാതനധർമ്മി തന്നെയാണ്, ഇതര മതസ്ഥനല്ല. പിന്നെ ഒരു കാര്യം, അവരെയും കൂടി ഉൾക്കൊള്ളാനുള്ള ആശയ വൈപുല്യം നാരായണ ഗുരുവിന് എങ്ങനെ വന്നു? അദ്ദേഹം പ്രാക്ടീസിങ് ഹിന്ദു ആയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അദ്വൈത വേദാന്തം പഠിച്ചതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ എങ്ങനെ ഈ ചിന്ത വരും? എല്ലാം ഒന്ന് തന്നെ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു മതമല്ലേ, അല്ലെങ്കിൽ ഒരേ ഒരു ധർമ്മമല്ലേ ശങ്കരാചാര്യർ പഠിപ്പിച്ച സനാതന ധർമ്മം? അത് ശങ്കരാചാര്യർക്ക് എവിടെ നിന്ന് അദ്വൈതം കിട്ടി? വേദത്തിൽ നിന്ന് കിട്ടി. അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് ഗീതാഭാഷ്യത്തിൽ ഉടനീളം വേദത്തിൽ നിന്ന് സുലഭമായി കോട്ട് ചെയ്യുന്നുണ്ട്. ഉപനിഷത്ത് ഭാഷത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. 10 ഉപനിഷത്തുകൾക്കും ഭാഷ എഴുതിയിട്ടുണ്ട്, ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് വൈദിക ധർമ്മമാണ്. അതിന്റെ ഒഴുക്കിൽ വന്ന അനേകം ആയിരക്കണക്കിന് ആചാര്യന്മാരിൽ ഒരു മഹാത്മാവാണ് നാരായണ ഗുരുസ്വാമി. അല്ലാതെ അദ്ദേഹം ബൗദ്ധനോ ക്രൈസ്തവനോ ഇസ്ലാമിയോ അല്ല. അദ്ദേഹം ഇവരെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം അദ്വൈത വേദാന്തം അദ്ദേഹത്തിന് സിദ്ധാന്തമായിട്ട് മാത്രമാണ്. അദ്ദേഹം ഒരു ഇസ്ലാമിക് ആയിരുന്നെങ്കിൽ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ സ്തുതിക്കാൻ പറ്റുമോ? പിന്നെ അങ്ങ് വേറൊരു കാര്യം പറഞ്ഞു, രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് വിവേകാനന്ദൻ പോയി അദ്ദേഹം ദൈവമുണ്ടോ ചോദിച്ച് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. രാമകൃഷ്ണ പരമഹംസർ ബംഗാളി ബ്രാഹ്മണനാണ്, ഠാക്കൂറാണ്.
വിവേകാനന്ദൻ കായസ്ഥനാണ്. എന്നിട്ടും അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ സ്വീകരിച്ചത് അദ്ദേഹത്തിനല്ലേ? അപ്പൊ ജാതി അന്ന് കാലത്ത് അത്ര അധികം ഉണ്ടായിരുന്നെങ്കിൽ രാമകൃഷ്ണ പരമഹംസൻ എങ്ങനെ, ബ്രാഹ്മണനായ അദ്ദേഹം എങ്ങനെ സ്വന്തം മകനെ പോലെ വിവേകാനന്ദനെ സ്വീകരിച്ചു? അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കാതെ സനാതന ധർമ്മത്തെ രണ്ട് കല്ലെടുത്തെറിഞ്ഞാൽ ചിലപ്പോൾ ഇഫ്താർ പാർട്ടിക്ക് വിളിച്ചേക്കാം എന്നല്ലാതെ മറ്റൊരു ഗുണവും അതിനില്ല. തുപ്പൽ ബിരിയാണി കഴിക്കാം. എന്തായാലും പിണറായി കാരണം സനാതന ധർമ്മത്തെക്കുറിച്ച്, വേദങ്ങളെ, ഉപനിഷത്തുകളെ ഒക്കെ കുറിച്ച് നല്ലൊരു ഗ്രാഹ്യം ലഭിച്ചു എന്നുള്ളതാണ് അല്ലേ? അതിന് പിണറായിയോട് പ്രത്യേകം നന്ദി പറയാം. വക്കീലെ, ഇനിയെങ്കിലും ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയുക. സുകുമാരൻ നായരുടെ വെല്ലുവിളി പിണറായി സ്വീകരിക്കുമോ? ചർച്ച അവസാനിക്കാൻ സമയമായി. സുകുമാരൻ നായർ ആരെയും വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല, പിണറായിയും ആരെയും വെല്ലുവിളിച്ചിട്ടില്ല. രണ്ടുപേരുടെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമാധാനം. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, പിന്നെ ഇവിടെ സനാതന ധർമ്മത്തെ കുറിച്ച് ഒരു വാക്കൂടെ പറഞ്ഞു നിർത്താം. വിവേകാനന്ദൻ ഇതിനെ വീക്ഷിച്ചത് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ്. ഒന്ന് കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും. വിത്ത് എന്ന ക്രിയാതയിൽ നിന്ന് ഉണ്ടായതാണ് വേദം എന്ന വാക്ക്. അറിയുക, അത് ഉച്ചാരണത്തിലൂടെ പഠിക്കണമെന്നാണ്. ഋഗ്വേദം എന്ന് പറയുമ്പോൾ വാക്യങ്ങളിലൂടെ അറിയുക, യജുർവേദമാകുമ്പോൾ യാഗത്തിലൂടെ അറിയുക, സാമവേദം മന്ത്രത്തിലൂടെ അറിയുക, അഥർവം എന്ന് പറയുമ്പോൾ അഗ്നിപുരോഹിതന്റെ രീതിയിൽ അറിയുക. അങ്ങനെ പല രീതിയിലുള്ള അറിവുകളാണ് വേദങ്ങളിലൂടെ നമ്മൾ നേടുന്നത്. അതിനെല്ലാത്തിനകത്തും അടിസ്ഥാനപരമായി തന്നെ ജീവിതത്തിന്റെ ഓരോ ദശാസന്ധികൾ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. ഇവിടെ ശ്രീഹരി ശത്രുസംഹാര പൂജയെ കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ നേരിടുന്ന പ്രധാനമായിട്ട് 8 കഷ്ടങ്ങളുണ്ട്. അതാണ് മനുഷ്യനെ ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. അഷ്ടകഷ്ടങ്ങൾ എന്ന് പറയും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംഭം, അസൂയ. അപ്പൊ ഈ അഷ്ടകഷ്ടങ്ങൾ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ നയിക്കപ്പെടുന്ന ഈ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ ചെയ്യുന്ന പൂജയാണ് ശത്രുസംഹാര പൂജ. പിന്നെ യാഗത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ അതിന്റെ അടിസ്ഥാനം പറഞ്ഞത്, പല യാഗങ്ങളിൽ പോലെയല്ല, പല യാഗങ്ങൾക്കും അടിസ്ഥാനമുണ്ടെന്ന് പറയുന്നത്, മഴ പെയ്യുന്നത് സയൻസ് അറിയാമായിരിക്കുമല്ലോ, പഠിപ്പിക്കേണ്ട കാര്യമില്ല. അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, ആ യാഗങ്ങളുടെ ഫലമായിട്ട് അന്തരീക്ഷ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകും. പാട്ട് പാടി മഴ പെയ്യിച്ചവരുണ്ടെന്ന് പോലും നമ്മൾ പഠിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അന്തരീക്ഷത്തിലുള്ള ജലഗണങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ഒരു പ്രവണത അതിനുണ്ടാകും. അപ്പോൾ മഴ പെയ്യാം, അതോടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ സനാതന ധർമ്മവും പിണറായി വിജയന്റെ പ്രസ്താവനയും NSSന്റെ പ്രസ്താവന എല്ലാം എടുത്ത് കൂട്ടിക്കൊഴിച്ച് നമ്മൾ ഇത് ചിലർക്ക് പ്രയോജനമുണ്ടാക്കാത്ത രീതിയിലേക്കുള്ള ചില ചർച്ചകൾ പോകുന്നുണ്ട്. ഇതിന് നമ്മൾ അതിനെങ്ങനെ കാണേണ്ട കാര്യമില്ല. അഭിപ്രായങ്ങൾ ഓരോ വ്യക്തികൾ പറയുന്നു. അഭിപ്രായങ്ങളായി നിലനിൽക്കും. ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് ക്ഷേത്രത്തിൽ പോകാം. അഭിപ്രായങ്ങൾ എല്ലാ വേദികളിലും പോയി പറയാനുള്ള ആർജവം കാണിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല അഭിപ്രായം ഹരി അതിന് മറുപടി പറഞ്ഞില്ല. കാരണം പിന്നെ ഞങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞ വയനാടുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അത് മതതീവ്ര, അത് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ, ഇതിൽ കൂടുതൽ എന്തോ മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ അത് പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് ഹിന്ദുക്കളെ മാത്രമല്ല പറയേണ്ടടുത്തേക്ക് അവർ പറയുന്നുണ്ട്. പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങൾ എത്രയോ പ്രാവശ്യം ഉപയോഗിച്ചു നികൃഷ്ടജീവികളെന്ന് പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ച് ഉപയോഗിച്ചത് പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി വിജയൻ തന്നെയല്ലേ പറഞ്ഞത്? വർത്തമാനകാല സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പിണറായി നികൃഷ്ടജീവികളെന്ന് പറഞ്ഞാൽ എത്രയോ ചർച്ച നിങ്ങൾ പിണറായി വിജയൻ പള്ളിയിലെ അച്ഛനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എത്രയോ ചർച്ചകൾ നടത്തി. അത് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ വിളിച്ചു എന്ന് പറഞ്ഞത് പിണറായിയാ. അതല്ലേ പറഞ്ഞു. അപ്പൊ അത് ഓരോ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ അഭിപ്രായങ്ങൾ, അത് അഭിപ്രായങ്ങൾ എപ്പോഴും അഭിപ്രായങ്ങളാണ്. അതൊന്നും നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതല്ല. ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. ആ രീതിയിലാണ് നമ്മൾ. ഓക്കെ, ഡോക്ടർ ഹരി ഒന്നുമില്ലല്ലോ. അല്ല, ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ. ഈ അടുത്ത AKG നമ്മളെ വിളപ്പിശാല AKG സെൻറ്ററിൽ വക്കീലിൻ്റെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് വിളിച്ച് എന്താണ് ഈ ശത്രുസംഹാര പൂജ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊരു സെഷൻ എടുക്കണം. അതിനെക്കുറിച്ച് നല്ല വിവരമാണ്. ഇത് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇല്ലാത്തതാണ് നിങ്ങളുടെ ബേസിക് പ്രശ്നം. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, അവർ പിന്നെ വാ തുറക്കൂല. അപ്പം അതുകൊണ്ട് നിങ്ങൾ വക്കീലിന് ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടല്ലോ, സന്തോഷം, വളരെ സന്തോഷം. ഇത് AKG സെൻറ്ററിൽ ഈ അടുത്ത മറ്റേ സെഷൻ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടല്ലോ, ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ റിസോഴ്സ് ശ്രദ്ധാപൂർവം ശ്രവിച്ച കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ബോധ്യം വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വിദ്യാസാഗർ ഗുരുമൂർത്തിയോട് അവർ നന്ദി പറയുകയും ചെയ്യും അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പുനഃ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും